നമസ്കാരം 9 മണി വാർത്തയിലേക്ക് സ്വാഗതം. തലക്കെട്ടുകൾ. US പടക്കപ്പൽ എബ്രഹാം ലിങ്കണിൽ മാനസിക സമ്മർദ്ദത്തിലായ സൈനികർ തമ്മിൽ സംഘർഷം. 7 സൈനികർ കൊല്ലപ്പെട്ടു. കടലിൽ ചാടി ആത്മഹത്യയ്ക്കും സൈനികരുടെ ശ്രമം. പ്രതികരിക്കാതെ അമേരിക്ക. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് ഇന്ന് സമാപനം. ആരോപണങ്ങൾക്ക് മറുപടി പറയാൻ അമിത്ഷാ ഇന്ന് സഭയിലെത്തിയേക്കും. പ്രതിഷേധം തുടരാൻ പ്രതിപക്ഷം. കാവേരി നദീജല തർക്കത്തിൽ കർണാടകയിൽ ബന്ദ് തുടങ്ങി. തമിഴ്നാടിന് കാവേരി നദീജലം വിട്ടു നൽകാൻ ജലനിയന്ത്രണ കമ്മിറ്റി ഉത്തരവിട്ടതിൽ പ്രതിഷേധം. ബന്ദിന് ആഹ്വാനം ചെയ്തത് 2000-ലേറെ കന്നഡ സംഘടനകൾ. മെസ്സി വിവാദത്തിൽ അന്വേഷണത്തിലേക്ക് സർക്കാർ. വിഷയം ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ ചർച്ച ചെയ്യും. കായിക വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറിയുടെ റിപ്പോർട്ട് പരിശോധിക്കും. മുഖ്യമന്ത്രിക്കെതിരായ വാർത്തകൾ സമൂഹമാധ്യമത്തിൽ നിന്ന് നീക്കം ചെയ്യുന്നുവെന്ന ആരോപണത്തിൽ മറുപടി പറയും. വിവാദങ്ങൾക്കിടെ CPI സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന്. പ്രതിപക്ഷ ഉപനേതാവ് പദവി ചർച്ച ചെയ്യാൻ നേതൃത്വം. ഇടതുമുന്നണി യോഗം തിങ്കളാഴ്ച. പള്ളിത്തർക്കത്തിൽ സിംഗിൾ ബെഞ്ച് വിധിക്കെതിരായ അപ്പീലിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ വിധി ഇന്ന്. 6 പള്ളികളുമായി ബന്ധപ്പെട്ട 7 അപ്പീലുകൾ പരിഗണിക്കും. കൊല്ലം കൊട്ടാരക്കര മൂഴിക്കോട് യുവാവിനെ വെട്ടിക്കൊന്നു. കൊല്ലപ്പെട്ടത് നെല്ലിവിള ഭാഗം സ്വദേശി ആദർശ്. അയൽവാസി സുനിൽകുമാർ പോലീസിന്റെ പിടിയിൽ. പത്തനംതിട്ട കോന്നിയിൽ അച്ഛന്റെ സഹോദരനെ യുവാവ് ചവിട്ടിക്കൊന്നു. കാസർഗോഡ് ട്രെയിനിന് ബോംബ് വെച്ചതായി ഭീഷണി സന്ദേശം അയച്ചയാൾ പിടിയിൽ. കസ്റ്റഡിയിലായത് നീലേശ്വരം ബംഗളം സ്വദേശി PV രതീഷ്. ഭീഷണി അയച്ചത് ഹോസ്ദുർഗ്, കാസർഗോഡ് പോലീസ് സ്റ്റേഷനുകളിലേക്കും റെയിൽവേ പോലീസിലേക്കും. അഭിമന്യു കേസിൽ മുഴുവൻ പ്രതികളും ഇന്ന് കോടതിയിൽ ഹാജരാകണം. കേസ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി പരിഗണിക്കും. പ്രതികൾ ഇതുവരെ ഹാജരാകാത്തത് മാധ്യമപ്രവർത്തകർ ദൃശ്യങ്ങൾ പകർത്തുമെന്ന കാരണം പറഞ്ഞു. സംസ്ഥാനത്ത് ഇന്ന് മുതൽ വീണ്ടും മഴ ശക്തമാകും. കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ യെല്ലോ അലർട്ട്. ശക്തമായ കാറ്റിനും സാധ്യത. വാളയാർ ചാവടിപ്പാറയിൽ ട്രാക്ക് കടക്കുന്നതിനിടെ ട്രെയിൻ ഇടിച്ച് 2 ആനകൾ ചരിഞ്ഞു. അപകടം പുതുപ്പതി റെയിൽവേ ട്രാക്കിൽ. US പടക്കപ്പൽ എബ്രഹാം ലിങ്കണിൽ സംഘർഷമുണ്ടായി. 7 സൈനികർ കൊല്ലപ്പെട്ടു. ഇറാൻ മാധ്യമം റിപ്പോർട്ട് ചെയ്ത ഈ വാർത്തയിൽ ഇതുവരെ അമേരിക്ക ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. കപ്പലിലെ സൈനികർ കടുത്ത മാനസിക സമ്മർദ്ദത്തിലാണെന്ന് റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തു വന്നിരുന്നു. ചിലർ കടലിൽ ചാടി ആത്മഹത്യയ്ക്കും ശ്രമിച്ചിരുന്നു. VV വിനോദ് ഉണ്ട് വിശദാംശങ്ങളുമായി. വിനോദ്, മാനസിക സംഘർഷം, ഭക്ഷണത്തിന് ലഭ്യത, സ്വാഭാവികമായും ഫെബ്രുവരി 28-ന് തുടങ്ങിയ യുദ്ധ സാഹചര്യം ഇന്ന് ഓഗസ്റ്റ് വരെ എത്തി നിൽക്കുന്നു. 6 മാസത്തോളമാണ് സാധാരണയായി ഒരു കപ്പൽ ഇങ്ങനെ നിൽക്കുകയെങ്കിൽ ഇത് മാസങ്ങളായി ഇതുപോലുള്ള ഒരു സാധ്യതയിലൂടെ നിൽക്കുന്നു. ആകെ എനിക്ക് തോന്നുന്നു കരയ്ക്ക് അടുത്തതുപോലും ഒരു തവണ മാത്രമാണ്. ഈ ബന്ധുക്കളൊക്കെ തന്നെ, ഈ കപ്പലിലുള്ള ബന്ധുക്കൾ ഉൾപ്പെടെ ഉള്ളവർ പ്രതിഷേധങ്ങൾ നടത്തിയിരുന്നു. അതിന് പിന്നാലെ തന്നെ ഈ 7 പേർ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം ഇറാൻ മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നു. ഒന്ന്, അമേരിക്ക എന്തുകൊണ്ട് ഇതിന് പ്രതികരിക്കുന്നില്ല എന്നുള്ള സ്വാഭാവികമായ ചോദ്യം. 2, എന്തുകൊണ്ട് ഇവരെ ഇത്രയും നാൾ പരിഗണിച്ചില്ല എന്നുള്ള ചോദ്യം കൂടെ നിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ നിലവിൽ ഉള്ള സാഹചര്യം വഷളാണോ? കൂടുതൽ സൈനികർ ഉൾപ്പെടെ ഉള്ളവരുടെ അവസ്ഥ നിലവിൽ എന്താണ്? ഹരി, ഈ കപ്പലിൽ 5000-ഓളം സൈനികരാണുള്ളത്. ഇവർ കത്തിയും മൂർച്ചയുള്ള മറ്റ് ആയുധങ്ങളും കൊണ്ട് പരസ്പരം ഏറ്റുമുട്ടുകയും 7 പേർ കൊല്ലപ്പെടുകയും ചെയ്തുവെന്ന വാർത്തയാണ് പുറത്തു വന്നത്. ഇറാൻ മാധ്യമമാണ് ഈ വാർത്ത പുറത്തുവിട്ടത്. തെഹ്രിയ ന്യൂസ് എന്ന ഇറാൻ മാധ്യമമാണ് ഈ വാർത്ത പുറത്തുവിട്ടത്. എന്നാൽ ഇതുവരെ അമേരിക്ക ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം നടത്തിയിട്ടില്ല. സംഭവം ഇങ്ങനെയാണ് ഈ വിവരിക്കുന്നത്. അതായത് ബ്രാഡ് കൂപ്പർ, അദ്ദേഹം സെൻട്രൽ കമാൻഡിൻ്റെ ചീഫാണ്. അദ്ദേഹത്തിൻ്റെ ഉപദേഷ്ടാവ് എബ്രഹാം ലിങ്കൺ എന്ന ഈ വിമാനവാഹിനി കപ്പലിലേക്ക് എത്തുന്നു. കഴിഞ്ഞ കുറേ മാസങ്ങളായി തന്നെ സൈനികർ അസ്വസ്ഥരാണ്. അതുകൊണ്ട് തന്നെ അവരെ അഭിസംബോധന ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇദ്ദേഹം എത്തിയത്. ഈ ഉപദേഷ്ടാവ് സംസാരിക്കുന്നതിനിടയിൽ ചില സൈനികർ വെള്ളം നിറച്ച കുപ്പി അദ്ദേഹത്തിന് നേരെ വലിച്ചെറിഞ്ഞു. ഇത്
വലിയ പ്രകോപനമാവുകയും പരസ്പരം സൈനികർ തമ്മിൽ ഏറ്റുമുട്ടുകയും ചെയ്തു. തുടർന്നാണ് ഈ കത്തിയും മൂർച്ചയുള്ള ആയുധങ്ങളും കൊണ്ട് പരസ്പരം ആക്രമിച്ചത്. 7 പേർ കൊല്ലപ്പെട്ടു എന്നതാണ് വാർത്ത. മാത്രമല്ല, ഇതിനു മുൻപ് തന്നെ ഈ കപ്പലിൽ നിന്ന് സൈനികർ കടലിൽ ചാടി ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു എന്ന തരത്തിലുള്ള വിവരങ്ങളും പുറത്തു വന്നിരുന്നു. ഇതിനുള്ള പ്രധാന കാരണം ഏതാണ്ട് 9 മാസമാകുന്നു, 260 ദിവസം പിന്നിടുകയാണ്. കപ്പൽ ഈ മേഖലയിൽ തന്നെയാണ്, ഇറാന്റെ തീരത്ത് തുടരുകയാണ്. ഏത് നിമിഷവും യുദ്ധമുണ്ടാകാം, അതിന് ഒരുങ്ങിയിരിക്കണമെന്ന നിർദ്ദേശം പലപ്പോഴും ഈ കപ്പലിലേക്ക് വന്നു. അതേസമയം ഇറാന്റെ ഭാഗത്തു നിന്നുള്ള മിസൈൽ ആക്രമണങ്ങൾ, ഏതാണ്ട് 100-ലധികം മിസൈലുകളാണ് ഈ കപ്പലിനെ ലക്ഷ്യം വെച്ച് വന്നത്. അതെല്ലാം പ്രതിരോധിച്ചു. എങ്കിൽ തന്നെയും വലിയ ജീവഭയത്തോടു കൂടിയാണ് ഈ സൈനികർ ഇതിൽ തുടരുന്നത്. കാരണം ഇന്ത്യയിൽ നാവികാഭ്യാസം കഴിഞ്ഞു പോയ ഇറാന്റെ കപ്പൽ ശ്രീലങ്കൻ തീരത്ത് വെച്ച് അമേരിക്കൻ അന്തർവാഹിനി തകർത്തു എന്ന വിവരം, അതുപോലെ റഷ്യയുടെ പിന്തുണ ഇറാനുണ്ട്. ഒരുപക്ഷെ ആ തരത്തിലൊക്കെ എബ്രഹാം ലിങ്കൺ ആക്രമിക്കപ്പെടുമോ എന്ന ആശങ്കയുണ്ട്. ഇതിന് പുറമെയാണ് ഈ സൈനികർ ഇതിനകത്ത് അനുഭവിക്കുന്ന മറ്റ് ബുദ്ധിമുട്ടുകൾ. ശുചിത്വമില്ലായ്മ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളുണ്ട്. ടോയ്ലറ്റുകൾ പലതും പൊട്ടിപ്പൊളിഞ്ഞു. 9 മാസമായി കപ്പൽ തുടരുകയാണ്. ടോയ്ലറ്റുകൾ പലതും പൊട്ടിപ്പൊളിഞ്ഞു. മാത്രമല്ല, ഈ ശുചിമുറിയിലൊക്കെ തന്നെ വലിയ തോതിൽ ഈ മാലിന്യ പ്രശ്നമുണ്ടായി. ഇവർക്ക് പലർക്കും രോഗം ബാധിക്കുന്നുണ്ട്. പലർക്കും ഈ ടോയ്ലറ്റിലെ പൂപ്പലും മറ്റുമൊക്കെ തന്നെ അടിഞ്ഞു കൂടിയിട്ട് അത് ക്ലീൻ ചെയ്യാതെ പലർക്കും അസുഖ ബാധിതരാകുന്നു. പലരും കിടപ്പിലാകുന്നു. ഭക്ഷണം പലപ്പോഴും കൃത്യമായി കിട്ടുന്നില്ല. അരക്കപ്പ് ചോറും 2 കഷ്ണം ഇറച്ചിയുമാണ് ചിലപ്പോൾ ഭക്ഷണമായി ലഭിക്കുന്നത്. ഉറക്കമില്ലായ്മയുണ്ട്. ഇവരുടെ ബന്ധുക്കൾ, 100ഓളം സൈനികരുടെ ബന്ധുക്കൾ നേരത്തെ അമേരിക്കയിൽ ഒരു സൈനിക സമ്മേളനം നടന്ന സമയത്ത് അവിടേക്ക്, സാന്റിയാഗോയിലാണ്, അവിടെ നടന്ന സമയത്ത് ഈ വീട്ടുകാർ അവിടെ എത്തുകയും ഈ സൈനികരുമായി ബന്ധപ്പെട്ട ആശങ്കകൾ പങ്കുവയ്ക്കുകയും ഇവരെ തിരികെ നാട്ടിലേക്ക് കൊണ്ടുവരണമെന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിരുന്നു. സാധാരണ നിലയിൽ 6 മാസം വരെയാണ് ഒരു പടക്കപ്പൽ ഇങ്ങനെയാണ് സമുദ്രത്തിൽ വിന്യസിക്കുക, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സേവനം തേടുക. 6 മാസത്തിന് ശേഷം ആ സൈനികരെ മാറ്റാറുണ്ട്. പക്ഷേ ഇത് 9 മാസമായിട്ടും സൈനികരെ മാറ്റുന്നില്ല. അവരുടെ ആരോഗ്യസ്ഥിതി വളരെ മോശമാകുന്നു. കടലിലെ കാലാവസ്ഥയാണ്. കരയിൽ വന്നു എന്നത് ഒരേ ഒരു തവണ മാത്രമാണ്. ജൂലൈയിൽ വളരെ കുറച്ച് സമയത്തേക്ക് ഒമാൻ തീരത്ത് ഈ കപ്പലെത്തി എന്നതൊഴിച്ചാൽ ഇത് തീരത്തേക്ക് വരികയോ കര തൊടുകയോ ചെയ്തിട്ടില്ല. സൈനികർ കരയിലേക്ക് വരുന്ന ഒരു സാഹചര്യമില്ല. വെള്ളത്തിൽ തന്നെ ഇവരിങ്ങനെ തുടരുന്ന ഒരു നിലയാണ്. നേരത്തെ തന്നെ ജെറാൾഡ് ഫോർഡ് എന്ന മറ്റൊരു കപ്പലുണ്ട്. അതും വിമാനവാഹിനി കപ്പലാണ്. അമേരിക്കയുടെ തന്നെ ഏറ്റവും വലിയ കപ്പലാണ്. ഈ കപ്പലിൽ ഉണ്ടായിരുന്നവരും ഇതുപോലെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു എന്ന റിപ്പോർട്ടുകൾ വന്നു. പക്ഷേ ആ കപ്പൽ തിരികെ പോയിരുന്നു. ഒരു ഘട്ടത്തിൽ യുദ്ധം അവസാനിപ്പിക്കുന്നു എന്ന ഒരു അറിയിപ്പ് വന്നതോടുകൂടി തന്നെ മറ്റ് ചെറു കപ്പലുകളിലെ യുദ്ധക്കപ്പലുകൾ തന്നെയാണ്, ഈ കപ്പലുകളിലെ സൈനികർ മടങ്ങുകയും വീണ്ടും യുദ്ധസമാനമായ സാഹചര്യം ഉണ്ടായപ്പോൾ അവർ മടങ്ങി വരികയും ചെയ്തു. ഈ സമയത്ത് അവരെ വിളിക്കുമ്പോൾ അവർ ഈ പബ്ബുകളിലും മറ്റ് ലഹരി ഉപയോഗിക്കുന്ന കേന്ദ്രങ്ങളിലുമൊക്കെ തന്നെ പുലരുവോളം അങ്ങനെ മദ്യപിച്ചു. കാരണം അവർ മറ്റൊരു സംഘർഷത്തിലേക്ക് പോവുകയാണ്. അതിൻ്റെ ഒരു നിരാശയും വേദനയും കുടുംബാംഗങ്ങളെ പിരിയുന്നതിൻ്റെ സങ്കടവും ഒക്കെ തന്നെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അവരിങ്ങനെ സൈനികർ വലിയ തോതിൽ ആ ദിവസങ്ങളിൽ ലഹരി ഉപയോഗിച്ചു എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നു. ആ തരത്തിൽ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ തന്നെയാണ് അമേരിക്കയിൽ ഈ യുദ്ധത്തിനെതിരെയുള്ള വികാരം പൊട്ടിപ്പുറപ്പെടുന്നതും. കാരണം ഇത് അമേരിക്കയ്ക്ക് വേണ്ടിയുള്ളൊരു യുദ്ധമല്ല. അമേരിക്കയുടെ ഏതെങ്കിലും ഒരു അമേരിക്ക നേരിടുന്ന ഒരു ആക്രമണത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ അമേരിക്ക നേരിട്ട് ഇടപെടേണ്ട ഒരു സാഹചര്യവുമല്ല. ഈ ഹമാസ് ഉൾപ്പെടെയുള്ള സംഘടനകൾക്ക് ഇറാൻ ഫണ്ട് ചെയ്യുന്നു എന്ന ഇസ്രായേലിൻ്റെ വാദവും ഇസ്രായേലിൻ്റെ താല്പര്യത്തിന് വേണ്ടി അമേരിക്ക ഇറങ്ങി പുറപ്പെട്ടു എന്ന ഒരു പൊതുവികാരവും അമേരിക്കയിലുണ്ട്. ഇസ്രായേലിൻ്റെ രാഷ്ട്രീയ താല്പര്യം കൂടി ചോദ്യം ചെയ്യപ്പെടുകയാണ്. പ്രത്യേകിച്ച് നെതന്യാഹുവിൻ്റെ രാഷ്ട്രീയ താല്പര്യം. കാരണം ഒക്ടോബറിൽ അവിടെ പൊതു തെരഞ്ഞെടുപ്പ് വരികയാണ്. നെതന്യാഹുവിനെ സംബന്ധിച്ച് ഈ യുദ്ധം അങ്ങനെ തന്നെ നിലനിർത്തുക എന്നത് അനിവാര്യമാണ്. കാരണം ഒരു ദേശവികാരം ഉയർന്നു വരണമെങ്കിൽ, തീവ്ര നിലപാട് ശക്തിപ്പെടണമെങ്കിൽ യുദ്ധവുമായി മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അമേരിക്ക ഇല്ലെങ്കിലും ഞങ്ങൾ ഒറ്റയ്ക്ക് യുദ്ധം ചെയ്യുമെന്ന ഒരു നിലപാടുമായി നെതന്യാഹു വരുന്നത്. അവിടെയും അമേരിക്കയ്ക്ക് ബാധ്യതയാണ്. കാരണം ഓരോ വർഷവും ഇങ്ങനെ ഒരു 13 ബില്യൻ്റെയെങ്കിലും ഡോളറിൻ്റെയെങ്കിലും ആയുധങ്ങൾ നൽകുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ $7 ബില്യൺ ആയുധം ഇസ്രായേലിന് അമേരിക്ക നൽകി. ഇങ്ങനെ അമേരിക്കയുടെ ഫണ്ടാണ് ഇസ്രായേലിന് പലപ്പോഴും ആയുധ സഹായമായി എത്തുന്നത്. അതുകൊണ്ട് തന്നെ അമേരിക്കയിൽ ഈ യുദ്ധവുമായി ബന്ധപ്പെട്ടുള്ള എതിർപ്പുകളുണ്ട്. സെനറ്റർമാർ എതിർക്കുന്നുണ്ട്. അത് റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ നിന്ന് പോലും ട്രംപിന് എതിർപ്പ് നേരിടേണ്ടി വരുന്നുണ്ട്. അവിടെയാണ് സൈനികരുടെ ഈ അസ്വസ്ഥത. 7 പേർ പരസ്പരം തമ്മിലടിച്ച് മരിച്ചു എന്നുള്ള വാർത്ത പുറത്തു വരുന്നതും. ഹരി, അല്ല വിനോദ്, 2 കാര്യങ്ങളുണ്ടല്ലോ. ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ US ആവട്ടെ ഇതുമായി ബന്ധപ്പെട്ട ഒരു തരത്തിലുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുമില്ല. അതായത് ഇത് സ്ഥിരീകരിക്കുന്നുമില്ല, ഇത് തള്ളിപ്പറയുന്നുമില്ല. അതാണോ നിലവിലത്തെ സാഹചര്യം?
അങ്ങനെ തന്നെയാണ്. ഇതുവരെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സ്ഥിരീകരണം അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടില്ല. മാത്രമല്ല മറ്റ് വിദേശ മാധ്യമങ്ങളൊന്നും തന്നെ ഈ കാര്യം അങ്ങനെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ ഇറാൻ്റെ ഭാഗത്തു നിന്നാണ് ഇങ്ങനെ ഒരു റിപ്പോർട്ട് വന്നിട്ടുള്ളത്. പക്ഷേ അവിടെ ശ്രദ്ധേയമായ കാര്യം ഈ സൈനികർ അസ്വസ്ഥരാണ് എന്നത് വളരെ വ്യക്തമായ കാര്യമാണ്. ഇതിനു മുൻപും ഈ വാർത്തകൾ പുറത്തു വന്നിരുന്നു. അപ്പോഴും അമേരിക്ക നിഷേധിച്ചിരുന്നില്ല. മാത്രമല്ല ഇങ്ങനെ ഒരു പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥൻ അതിനകത്ത് വരുമ്പോൾ സ്വാഭാവികമായും പ്രതികരണം ഉണ്ടാകുമെന്നത് അത് നമുക്ക് ഊഹിക്കാവുന്നതാണ്. ബ്രാഡ് കൂപ്പർ ആണ് അവരുടെ ചീഫ്, അതായത് സെൻട്രൽ കമാൻഡിൻ്റെ ചീഫ്, അദ്ദേഹത്തിൻ്റെ ഉപദേഷ്ടാവാണ് ഈ സൈനികരെ കാണുന്നതിന് വേണ്ടി വന്നത്. സ്വാഭാവികമായും മാനസികമായി ഒരു പിന്തുണ നൽകുക അല്ലെങ്കിൽ ഒരു കരുത്ത് നൽകുക, അവരുടെ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കുന്നതിന് വേണ്ടി അവരോട് സംസാരിക്കുക, ആ തരത്തിലായിരിക്കും ഒരുപക്ഷെ ഈ സന്ദർശനം ഉണ്ടായത്. ആ സമയത്ത് പക്ഷേ സൈനികരുടെ ഭാഗത്ത് നിന്ന് പ്രകോപനപരമായ നീക്കമാണ് ഉണ്ടായത്. വെള്ളക്കുപ്പികൾ ഈ ഉദ്യോഗസ്ഥന് നേരെ വലിച്ചെറിഞ്ഞു. തുടർന്ന് അവിടെ സംഘർഷമുണ്ടായി, പരസ്പരം ആക്രമിച്ചു. ഈ കത്തിയും അതുപോലുള്ള മൂർച്ചയുള്ള വസ്തുക്കളും കൊണ്ട് പരസ്പരം കുത്തി പരിക്കേൽപ്പിക്കുകയായിരുന്നു. ഇങ്ങനെയാണ് 7 പേർ മരിച്ചതെന്ന വിവരം പുറത്തു വരുന്നത്. നേരത്തെയും ചില റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു, അതായത് കപ്പലിൽ നിന്ന് കടലിലേക്ക് ചാടി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു എന്നുള്ള ചില വിവരങ്ങൾ. കാരണം ഇവർക്ക് വലിയ തോതിലുള്ള മാനസിക സമ്മർദ്ദം നേരിടുന്നു. അത് തീർച്ചയായും നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. 9 മാസമായി കടലിൽ തുടരുന്ന സൈനികരാണ്. അവർക്ക് കരയിലേക്ക് എത്താൻ കഴിയുന്നില്ല, കുടുംബാംഗങ്ങളെ കാണാൻ കഴിയുന്നില്ല. അമേരിക്കയ്ക്ക് വേണ്ടിയുള്ള ഒരു യുദ്ധമല്ല എന്ന ഒരു പൊതുവികാരം നിലനിൽക്കുന്നുണ്ട്. ഇറാൻ്റെ ഭാഗത്ത് നിന്ന് ഏത് സമയവും ആക്രമണം ഉണ്ടാകാവുന്ന, അതായത് സ്ഥിരമായി ഒരു പ്രദേശത്ത് തന്നെ തുടരുന്ന ഒരു കപ്പലാണ്. അതുകൊണ്ട് തന്നെ ഏത് നിമിഷവും അവർക്ക് ആക്രമിക്കാനുള്ള ഒരു സാധ്യത കൂടുതലാണ്. കാരണം അതിനെ ലൊക്കേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ നിരന്തരം ഒരു പ്രദേശത്ത് തന്നെ തുടരുമ്പോൾ ആക്രമിക്കപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. റഷ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ പിന്തുണ ഇറാനുണ്ട്. 4 ആഴ്ച കൊണ്ട് ഇറാനെ അടിച്ചു തോൽപ്പിക്കാമെന്ന പ്രതീക്ഷയിൽ ഇറങ്ങിയതാണ്. 5 മാസം പിന്നിടുന്നു, ഇതുവരെ യാതൊന്നും സംഭവിച്ചിട്ടില്ല. ഇങ്ങനെ വലിയ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. മാത്രമല്ല ഇറാൻ്റെ കപ്പൽ അമേരിക്ക തകർത്ത ചരിത്രമുണ്ട്. അതിങ്ങനെ ഈ അന്തർവാഹിനി വഴി എത്തിയുള്ള ഒരു ആക്രമണമായിരുന്നു. ഒരുപക്ഷെ തങ്ങൾക്ക് നേരെയും അങ്ങനെ ഒരു ആക്രമണം ഉണ്ടാകുമോ എന്ന ആശങ്ക ഈ സൈനികർക്കുണ്ട് എന്നത് വളരെ വ്യക്തമാണ്. അവർ തീരം തൊട്ടത് ഒമാനിൽ വളരെ കുറച്ച് മണിക്കൂറുകളാണ്. ഈ മാസങ്ങൾക്കുള്ളിൽ ജൂലൈയിൽ ഒരു ദിവസം മാത്രമാണ് ഈ കപ്പൽ കരയിലേക്ക് അടുത്തത്. ആ ഒരു സമയം ഒഴിച്ചു നിർത്തിയാൽ മുഴുവൻ സമയവും കടലിലായിരുന്നു. ഇതെല്ലാം തന്നെയാണ് ഇവരെ ബുദ്ധിമുട്ടിലാക്കുന്നത്. ഈ സൈനികരുടെ കുടുംബാംഗങ്ങളും ഇപ്പോൾ അമേരിക്കയിൽ പ്രതിഷേധവുമായി തെരുവിലെത്തുന്ന സാഹചര്യമാണ്. ഹരി, അല്ല വിനോദ്, അത് തന്നെയാണല്ലോ ഈ ഒരു പ്രതിഷേധം കുറച്ചധികം നാളുകളായി നിൽക്കുന്നതാണ്. ഈ സൈനികരുടെ കുടുംബാംഗങ്ങൾ ഒട്ടാകെ തന്നെ പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ ബ്രാഡ് കൂപ്പറിന്റെ ഉപദേഷ്ടാവ് എത്തിയതിനു ശേഷമാണ് ഈ സംഘർഷം ഉണ്ടായതെന്ന് പറയുമ്പോൾ 2-3 കാര്യങ്ങളുണ്ടല്ലോ. പ്രത്യേകിച്ച് മാനസികമായ സംഘർഷങ്ങൾ, ഈ ഭക്ഷണത്തിന്റെ ലഭ്യത, കുടുംബത്തെ കാണാതിരിക്കാൻ, അങ്ങനെ ഒരു മെന്റൽ സ്ട്രെയിൻ, ഫിസിക്കൽ സ്ട്രെയിനേക്കാൾ ഉപരി ഇത്രയും നാളുകളെ ഈ സൈനികർ അനുഭവിച്ചുകൊണ്ടിരുന്ന ഒരു മെന്റൽ പ്രഷർ, സ്ട്രെയിനും ഒക്കെ തന്നെ ഉണ്ട്. ഞാൻ ചോദിക്കുന്നത്, ഈ ഉപദേഷ്ടാവ് അവിടെ പോകുമ്പോഴേക്കും അവിടെ ഒരു സംഘർഷം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ നാളിതുവരെ ഈ സൈനികരെ അവഗണിക്കുന്ന ഒരു രീതിയിലേക്ക് അമേരിക്ക ആ നിലപാടെടുത്തതിൻ്റെ പശ്ചാത്തലത്തിലാണോ ഇങ്ങനൊരു സംഘർഷം ഉണ്ടാകാനുള്ള ഒരു സാധ്യത എന്ന് സ്വാഭാവികമായും ചിന്ത വരുമല്ലോ. കാരണം ഇവരെ പരിഗണിച്ചിരുന്നില്ല, ഇവരെ നോക്കിയിരുന്നില്ല, ഇവർക്ക് യാതൊരു രീതിയിലുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിരുന്നതുമില്ല. ഈ കപ്പലിനുള്ളിൽ ഇവരെ ഒരുമാതിരി ട്രാപ്പ് ചെയ്യുന്ന രീതിയിലേക്ക് സാഹചര്യങ്ങൾ മാറി. അത് ഈ ഉപദേഷ്ടാവ് വന്നപ്പോഴേക്കും ഇതൊരു പ്രതിഷേധമായി മാറുന്നു. ഇത് ആ കപ്പലിൽ പൊട്ടിപ്പുറപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ ഒരു അനുമാനത്തിലേക്ക് വരുന്നുണ്ടോ കാര്യങ്ങൾ? ഹരി, തീർച്ചയായും 5000 സൈനികരാണ്, അതായത് സാങ്കേതിക വിദഗ്ധർ ഉൾപ്പെടെ 5000-ഓളം പേരാണ് ഈ കപ്പലിൽ ഉള്ളത്. അതൊരു ചെറിയ സംഖ്യയല്ല. ഒരു കപ്പലിൽ 5000 പേർ എന്ന് പറയുന്നത് ഇതൊരു ആഡംബര കപ്പലോ അല്ലെങ്കിൽ അങ്ങനെ വിനോദസഞ്ചാരികൾ സഞ്ചരിക്കുന്ന തരത്തിലുള്ള സൗകര്യങ്ങൾ അതിനുവേണ്ടി ഒരുക്കുന്ന ഒരു കപ്പലോ ഉള്ള യുദ്ധക്കപ്പലാണ്. അങ്ങനെയുള്ള എക്യുപ്മെൻറ്റ്സാണ് കൂടുതലും ഈ ഇത്തരം കപ്പലുകളിൽ സൂക്ഷിക്കുക. സൈനികരുടെ സംവിധാനമായതുകൊണ്ട് തന്നെ അവർക്ക് അത്യാവശ്യം വേണ്ട സംവിധാനങ്ങളാണ് ആ കപ്പലുകളിൽ ഒരുക്കിയിട്ടുള്ളത്. അതെല്ലാം തന്നെ പരിമിതമായ സാഹചര്യമാണ്. ഈ 9 മാസത്തോളം കടലിൽ എന്ന് പറയുമ്പോൾ ഈ ടോയ്ലറ്റുകൾ പലതും പൊട്ടിപ്പൊളിഞ്ഞു പോയി എന്നതാണ്. അത് ശുചിയാക്കുന്നില്ല കൃത്യമായി. ഇവരുടെ തുണി അലക്കാനുള്ള സംവിധാനമുണ്ട്, അത് പ്രവർത്തിക്കുന്നില്ല. ഇവർക്ക് സോപ്പില്ല, പേസ്റ്റില്ല, അങ്ങനെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യങ്ങൾ പോലുമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതിനെല്ലാം ബുദ്ധിമുട്ടുന്നു. ഇതിന് പുറമെ കൃത്യമായി ഭക്ഷണം ലഭിക്കുന്നില്ല, വളരെ കുറച്ച് ഭക്ഷണമാണ് കടലിൽ ലഭിക്കുന്നത്. അങ്ങനെ ഇവർക്ക് ഇത്രയധികം ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെയാകണം ഈ ആത്മഹത്യാ ശ്രമങ്ങൾ പോലും നേരത്തെ ഉണ്ടായത്. അതൊരു പൊട്ടിപ്പുറപ്പെടലായി മാറുന്നു. അവരുടെ മാനസിക സമ്മർദ്ദം ഒരു തുറന്ന
പോരിലേക്ക് പോവുകയും തമ്മിൽ പോരടിച്ച് കൊലപ്പെടുത്തുകയും ചെയ്യുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറുന്നു എന്ന് തന്നെയാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ അമേരിക്കയുടെ ഒരു ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടാകേണ്ടതുണ്ട്. പെൻറ്റഗണോ അല്ലെങ്കിൽ വൈറ്റ് ഹൗസോ ഒക്കെ തന്നെ ഇതിൽ നിഷേധക്കുറിപ്പോ അല്ലെങ്കിൽ ഇങ്ങനെ സംഭവിച്ചുവെന്നോ പറയേണ്ടതുണ്ട്. പക്ഷേ ഇതുവരെ അങ്ങനെ ഒരു ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. വ്യക്തമാണ്, അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഒരു തരത്തിലുമുള്ള നിലപാടെത്തിയിട്ടില്ല. അതിപ്പോൾ ഈ വാർത്തകൾ തള്ളിപ്പറയുന്നതായിക്കോട്ടെ അല്ലെങ്കിൽ ഇത് സ്ഥിരീകരിക്കുന്നതായിക്കോട്ടെ, ഒരു തരത്തിലും അമേരിക്കയുടെ മൗനം അത് വളരെ വേദനിപ്പിക്കുന്നതാണ്. പ്രത്യേകിച്ച് ഈ സൈനികരുടെ കുടുംബത്തിൻ്റെ പ്രതിഷേധത്തിനുൾപ്പെടെ എന്താണ് അമേരിക്കയുടെ നിലപാടെന്നത് സംബന്ധിച്ച് വ്യക്തത വരുത്തേണ്ടതുണ്ട്. എന്തായാലും ഇറാൻ മാധ്യമങ്ങളാണ് ഇപ്പോൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. സൈനികർ തമ്മിലുള്ള ഏറ്റുമുട്ടലും അതിൽ ചിലർ ആത്മഹത്യയ്ക്ക് ശ്രമിക്കുന്നതും 7 പേർ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരിക്കുന്നു. വി വിനോദാണ് വിശദാംശങ്ങൾ നൽകിയത്. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഇന്ന് അവസാനിക്കും. സുപ്രധാനമായ പല ബില്ലുകളും ഇക്കുറി ചർച്ചയില്ലാതെയാണ് പാസാക്കിയത്. വിദ്യാർത്ഥികൾക്കെതിരായ പോലീസ് നടപടിക്ക് പുറമെ അയോധ്യ രാമക്ഷേത്ര വിഷയവും ചർച്ച ചെയ്യണമെന്ന് പ്രതിപക്ഷം ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. ഇന്നും സഭാ പ്രതിഷേധങ്ങൾക്ക് സാക്ഷ്യം വഹിക്കും. ചർച്ചയാവാമെന്ന് ഇന്നലെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ വ്യക്തമാക്കിയ സാഹചര്യത്തിൽ ഇന്ന് അദ്ദേഹം സഭയിലെത്തുമോ എന്നാണ് നിർണായകം. അമിത്ഷായുടെ രാജി ആവശ്യത്തിലേക്ക് കളം മാറ്റിയാണ് പ്രതിപക്ഷ നീക്കമെന്നതും ശ്രദ്ധേയമായ കാര്യമാണ്. ടി.ജി. സജിത്തുണ്ട് വിശദാംശങ്ങളുമായി. സജിത്ത്, 2 കാര്യങ്ങൾ. കഴിഞ്ഞ ദിവസം അമിത്ഷാ സംസാരിച്ചത് മാധ്യമങ്ങളോടാണ്. അങ്ങനെയുള്ള ചർച്ചകൾക്ക് താൻ തയ്യാറാണ്, എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി ഉണ്ടാകുമെന്ന് അമിത്ഷാ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നപ്പോഴാണ് സ്വാഭാവികമായും ഇന്നത്തെ ദിവസം നിർണായകമാവുന്നത്. അമിത്ഷാ മറുപടി പറയുമോ, അവിടെ എത്തുമോ എന്നുള്ള ഒന്നാമത്തെ ചോദ്യം. 2, പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം ശക്തമാണ്. കഴിഞ്ഞ ദിവസവും രാഹുൽ ഗാന്ധി ഇത് വ്യക്തമാക്കി. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാജിവെക്കണം എന്നുള്ള നിലപാടിലേക്ക് വന്നു. ഓർഡർ കൊടുത്തത് അമിത്ഷാ ആണെങ്കിൽ രാജിവെക്കണം എന്നതാണല്ലോ രാഹുൽ ഗാന്ധിയുടെയും നിലപാട്. 3, ഈ ബില്ലുകൾ പാസ്സാക്കുന്നതുമായി ബന്ധപ്പെട്ട് ചർച്ചകളൊന്നുമില്ലാതെ തന്നെ അതിവേഗത്തിൽ നിർണായകമായ 11ഓളം ബില്ലുകൾ പാസ്സാക്കിയതുമായി ബന്ധപ്പെട്ടുള്ള സാഹചര്യം. ഈ 3 സാഹചര്യങ്ങൾ കണക്കിലെടുക്കുമ്പോൾ ഇന്നത്തെ ദിവസം എങ്ങനെ വിശകലനം ചെയ്യാം? ഹരി സൂചിപ്പിച്ചതാണ് പ്രധാനപ്പെട്ട കാര്യം. അതായത് ഇന്ന് സഭയുടെ അവസാന ദിവസമാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ട നീക്കം തന്നെയായിരിക്കുമോ ഇത്തവണ പാർലമെൻറ്റിൽ ഇന്നത്തെ ദിവസം സർക്കാർ സ്വീകരിക്കുക എന്നാണ് ചോദ്യം. അതായത് പ്രതിപക്ഷത്തിൻ്റെ പ്രതിഷേധങ്ങളെ അവഗണിച്ചുകൊണ്ട് അമിത്ഷാ ആഭ്യന്തരമന്ത്രിയും ഒപ്പം തന്നെ പ്രധാനമന്ത്രിയും അടക്കം സഭാ സമ്മേളനത്തിൽ ഹാജരാവാതിരിക്കുക എന്നായിരുന്നു ശൈലി. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ പാർലമെൻറ്റിൽ അദ്ദേഹത്തിൻ്റെ ഓഫീസിലുണ്ടായിരുന്നിട്ട് കൂടിയും അദ്ദേഹം സഭാ സമ്മേളനത്തിൽ ഹാജരായില്ല. ഇതായിരുന്നു കണ്ടത്. പക്ഷേ ഇന്നലെ പൊടുന്നനെ അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി എല്ലാ വിഷയത്തിലും ചർച്ചയ്ക്ക് തയ്യാറാണെന്നും ഇക്കാര്യം സ്പീക്കറെ അറിയിച്ചിട്ടുണ്ട് എന്ന നിലപാടെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്ന് സഭയിലെത്തുമോ എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. സഭയിലെത്താനുള്ള സാധ്യതയാണ് പ്രധാനമായും മുന്നിൽ കാണുന്നത്. അങ്ങനെയെങ്കിൽ ഈ കാര്യത്തിൽ പ്രതിപക്ഷം നടത്താൻ പോകുന്ന നീക്കം പ്രധാനപ്പെട്ടതാണ്. ഇന്നലെ ആഭ്യന്തരമന്ത്രിയുടെ വാക്കുകളോട് പ്രതിപക്ഷം സ്വീകരിച്ച ശൈലി തന്നെ ഒരു നിലപാട് മാറ്റത്തിൻ്റെ സൂചനയുണ്ട്. അതായത് ഇതുവരെ അമിത്ഷാ വിശദീകരിക്കട്ടെ എന്ന നിലപാടെടുത്തിരുന്ന പ്രതിപക്ഷം അമിത്ഷായാണ് ഉത്തരവിട്ടതെങ്കിൽ അദ്ദേഹം രാജിവെക്കണം എന്ന നിലപാടിലേക്ക് മാറുകയാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് സഭയ്ക്കുള്ളിലും പ്രതിപക്ഷം ആ ഒരു ശൈലി സ്വീകരിക്കാൻ തന്നെയായിരിക്കും സാധ്യത. പ്രതിപക്ഷ നേതൃത്വത്തിൻ്റെ ഇന്നത്തെ നീക്കം പ്രധാനപ്പെട്ടതാണ്. ഈ സഭാ സമ്മേളനത്തിൻ്റെ തുടക്കകാലം മുതൽ തന്നെ പ്രതിപക്ഷത്തിൻ്റെ തുടർച്ചയായ പ്രതിഷേധമാണ് കാണുന്നത്. സഭ സമ്മേളിക്കുന്നു, പ്രതിപക്ഷം പ്ലക്കാർഡുകളുമായി കളത്തിലിറങ്ങുന്നു, ഇതോടുകൂടി സഭ നിർത്തിവെക്കുന്നു. ഇതാണ് നമ്മൾ കണ്ടുവന്നത്. അപ്പോൾ കളം നിറഞ്ഞ് കളിച്ച പ്രതിപക്ഷമാണ് ഈ സഭാ സമ്മേളന കാലയളവിൽ ഉണ്ടായിരുന്നത്. അങ്ങനെയെങ്കിൽ ഈ അവസാന ദിവസവും അതുതന്നെയാണോ സംഭവിക്കുക? മാറ്റിവെക്കപ്പെട്ടിരിക്കുന്ന FCRA ഭേദഗതി ബില്ല് അത് ഇതുവരെ കൊണ്ടുവന്നിട്ടില്ല. പല രാഷ്ട്രീയ കാരണങ്ങളുമുണ്ട് അത് കൊണ്ടുവരാതിരിക്കുന്നതിന്. എന്തായാലും അത് കൊണ്ടുവരുമ്പോൾ അമിത്ഷാ ആഭ്യന്തരമന്ത്രിയുടെ സാന്നിധ്യം സഭയിൽ വേണം താനും. അങ്ങനെയെങ്കിൽ ഇന്നത്തെ ദിവസം ആ ബില്ല് എടുക്കാൻ തയ്യാറാകുമോ എന്ന പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. ഇതിനകം തന്നെ പാസ്സാക്കപ്പെട്ടിരിക്കുന്നത് 10ലധികം ബില്ലുകളാണ്. വെറും ചെറിയ സമയത്തെ ചർച്ചയിൽ മാത്രം 40 മണിക്കൂറിലധികം സമയം മാറ്റിവെച്ചിരുന്നാണ് ഈ ബില്ലുകളിന്മേലുള്ള ചർച്ച. പക്ഷേ 10 മണിക്കൂർ 11 മണിക്കൂറോ മാത്രം എടുത്തുകൊണ്ടാണ് ഈ ബില്ലുകളെല്ലാം പാസ്സാക്കിയത് എന്ന പ്രധാനപ്പെട്ട കാര്യവുമുണ്ട്. അങ്ങനെ വളരെ പ്രധാനപ്പെട്ട ബില്ലുകളിൽ വേണ്ടത്ര ചർച്ചകളൊന്നുമില്ലാതെ സഭാ നടപടികൾ ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയാണ്. എന്തായാലും സഭയിൽ സഹകരിക്കണമെന്ന സർക്കാരിൻ്റെയും ഒപ്പം തന്നെ സ്പീക്കറിൻ്റെയും ഒക്കെ ആവശ്യത്തോട് ഇതുവരെയും പ്രതിപക്ഷം അനുകൂലമായ നിലപാടും എടുത്തില്ല. അതുകൊണ്ട് ഇന്നത്തെ സഭാ സമ്മേളനത്തിൻ്റെ തുടക്കം മുതൽ തന്നെ പ്രധാനപ്പെട്ട ശ്രദ്ധാകേന്ദ്രം അതിലേക്ക് തന്നെ മാറും. 11 മണിക്ക് സഭ ആരംഭിക്കും. 11 മണിക്ക് സഭ ആരംഭിക്കും. ബാക്കിയുള്ള മറുപടി സ്വാഭാവികമായിട്ടും അതിനുശേഷം എങ്ങനെയായിരിക്കും എന്നത് സംബന്ധിച്ച് വ്യക്തമാകും. കാവേരി നദീജല തർക്കത്തിൽ കന്നഡ സംഘടനകൾ ആഹ്വാനം ചെയ്ത ബന്ദ് തുടരുന്നു. തമിഴ്നാടിന് കാവേരി നദീജലം വിട്ടു നൽകാൻ വീണ്ടും കാവേരി ജല നിയന്ത്രണ കമ്മിറ്റി ഉത്തരവിട്ടതോടെ കന്നഡ സംഘടനകൾ ആഹ്വാനം ചെയ്ത ബന്ദ് കടുക്കും. 2000-ലേറെ കന്നഡ അനുകൂല സംഘടനകൾ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നാണ് സംഘാടകരുടെ അവകാശവാദം.
മെസ്സിയെ കേരളത്തിൽ കൊണ്ടുവരാൻ ശ്രമിച്ചതുമായി ബന്ധപ്പെട്ടുള്ള വിവാദം ഇന്ന് മന്ത്രിസഭാ യോഗം ചർച്ച ചെയ്തേക്കും. കായിക വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറിയുടെ റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ പരിഗണനയിലാണ്. LDF സർക്കാരിന്റെ കാലത്തെ ക്രമക്കേട് ആരോപണങ്ങളിൽ ഉന്നതതല അന്വേഷണം വേണമെന്ന ആവശ്യവും മന്ത്രിസഭാ യോഗം പരിഗണിക്കാൻ ഇടയുണ്ട്. ഡാൻ ഉണ്ട് വിശദാംശങ്ങളുമായി. ഡാൻ, മന്ത്രിസഭാ യോഗം ഇന്ന് ചർച്ച ചെയ്യുകയാണെങ്കിൽ ഏതൊക്കെ രീതിയിലായിരിക്കും കാര്യങ്ങൾ പോവുക? ഈ കള്ളപ്പണ ഇടപാടുകൾ ഉൾപ്പെടെയുള്ളത് ചോദ്യചിഹ്നത്തിൽ നിൽക്കുന്ന പശ്ചാത്തലത്തിൽ അല്പസമയം മുമ്പ് മന്ത്രി PC വിഷ്ണുനാഥ് മാധ്യമങ്ങളോട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു പ്രതികരണം നടത്തിയിരുന്നു. വിഷ്ണുനാഥ് പറഞ്ഞത് നിയമപരമായ കാര്യങ്ങളുമായി മാത്രമേ സർക്കാർ മുമ്പോട്ട് പോകുകയുള്ളൂ. അതിനപ്പുറത്തേക്ക് ഈ വിഷയത്തിൽ സർക്കാരിന് ഒരു രാഷ്ട്രീയ താല്പര്യങ്ങളുമില്ല, രാഷ്ട്രീയ തീരുമാനങ്ങളുമില്ല. അതിൽ നിലപാട് നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ്. നിയമപരമായി അർജന്റീനയേക്കാൾ കൂടുതൽ ആരാധകർ മെസ്സിക്കുള്ള സംസ്ഥാനമാണ് കേരളം. ആ കേരളത്തിൽ മെസ്സിയെ എത്തിക്കുമെന്ന് പറഞ്ഞ് കബളിപ്പിക്കാനുള്ള നീക്കമാണ് നടന്നത്. അതുമായി ബന്ധപ്പെട്ടാണ് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നത്. അവർ അന്വേഷണവുമായി സഹകരിച്ചാൽ മാത്രം മതി എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. എന്തായാലും മന്ത്രിസഭയുടെ ഒരു പൊതുവികാരവും അങ്ങനെ തന്നെയാണ്. അങ്ങനെയെങ്കിൽ ഈ വിഷയത്തിൽ ഒരു സമഗ്ര ഉന്നതതല അന്വേഷണത്തിന് ഇന്നത്തെ മന്ത്രിസഭാ യോഗം തീരുമാനം കൈക്കൊള്ളുമോ, അത് അത്തരമൊരു നീക്കത്തിലേക്ക് കടക്കുമോ എന്നതിലാണ് ഇനിയൊരു വ്യക്തത വരാനുള്ളത്. നമുക്ക് ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ച് അത്തരമൊരു തീരുമാനത്തിലേക്ക് അവർ കടക്കുകയാണ് എന്ന തരത്തിലുള്ള സൂചനകൾ തന്നെയാണ് പുറത്തുവരുന്നത്. 10:15 മന്ത്രിസഭാ യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണുന്നത്. അപ്പോൾ സ്വാഭാവികമായി ഈ ചോദ്യങ്ങളോട് അദ്ദേഹം പ്രതികരിക്കും. ഒരു കാര്യം ഉറപ്പാണ്, സ്പെഷ്യൽ സെക്രട്ടറി നൽകിയിരിക്കുന്ന റിപ്പോർട്ടിൽ, കായിക വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറിയുടെ റിപ്പോർട്ടിൽ വിശദമായി ഇതുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങളെക്കുറിച്ച് കൃത്യമായി തന്നെ പരാമർശിച്ചിട്ടുണ്ട്. അതിൽ ചില ക്രമക്കേടുകൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ശരി, എന്തായാലും 10:15 മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം ഉണ്ടാവും. മന്ത്രിസഭാ യോഗത്തിന് ശേഷം സ്വാഭാവികമായും എന്ത് നിലപാടായിരിക്കും എടുക്കുക എന്നത് സംബന്ധിച്ചും ധാരണയുണ്ടാകും. പ്രത്യേകിച്ച് ഇത് ഉന്നതതല അന്വേഷണത്തിലേക്ക് നീങ്ങുന്ന ഒരു സാധ്യത, അതിൻ്റെ ഒരു പ്രഖ്യാപനം ഉണ്ടാകുമോ എന്നത് സംബന്ധിച്ചും കാത്തിരിക്കുകയാണ്. എന്തായാലും മന്ത്രി PC വിഷ്ണുനാഥിൻ്റെ വാക്കുകൾ പ്രകാരം നോക്കുകയാണെങ്കിൽ പോലും അർജന്റീനയേക്കാൾ മെസ്സി ആരാധകരുള്ള സംസ്ഥാനമാണ് കേരളം. അന്വേഷണത്തോട് സഹകരിച്ചാൽ മാത്രം മതിയെന്നും മന്ത്രി പറയുന്നുണ്ട്. നിയമപരമായ അന്വേഷണം മാത്രമാണ് നടക്കുന്നത്. മെസ്സി വിവാദത്തിൽ സർക്കാർ രാഷ്ട്രീയ താല്പര്യങ്ങളില്ല എന്നതും കൂടി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിനായി നോക്കാം. അതുകൊണ്ട് തന്നെ നമ്മൾ PC വിഷ്ണുനാഥിന്റെ വാക്കുകളിലേക്ക് പോകുന്നു. മെസ്സി വിവാദത്തിൽ സർക്കാർ രാഷ്ട്രീയ താല്പര്യങ്ങൾ ഇല്ല എന്നാണ് മന്ത്രി PC വിഷ്ണുനാഥിന്റെ വാക്കുകൾ. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് നീങ്ങി. ഇല്ല, ഈ ഗവൺമെന്റ് ഇക്കാര്യത്തിൽ ഒരു രാഷ്ട്രീയപരമായ ഇടപെടലും ഇല്ല. ഗവൺമെന്റ് ഇത് സംബന്ധിച്ച എല്ലാ അന്വേഷണവും നിയമപരമായിട്ടേ നടത്തത്തുള്ളൂ. നിയമപരമായിട്ടല്ലാതെ ഒരു കാര്യവും ചെയ്യില്ല. ഇപ്പോ ഒരു അന്വേഷണ സമിതിയുടെ റിപ്പോർട്ടാണ് ഈ പുതിയ ചർച്ചയ്ക്ക് കാരണമായത്. ആ റിപ്പോർട്ടിന്റെ നിയമപരമായ തരത്തിലുള്ള അന്വേഷണങ്ങൾ നടക്കും. നിയമവിരുദ്ധമായി ആരെയും നിരോധിക്കാനോ നിയമപരമായി ഉള്ള കാര്യങ്ങളിൽ ആരെയും സംരക്ഷിക്കാനോ സർക്കാർ ശ്രമിക്കില്ല. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടവർ സഹകരിച്ചാൽ മാത്രം മതിയാകും. വേറെ വിവാദങ്ങളൊന്നും ഉണ്ടാക്കേണ്ട കാര്യമില്ല. അല്ല, അത്തരത്തിൽ പറയുന്നത് ഇത്തരത്തിൽ മുഖ്യമന്ത്രിക്ക് വേണ്ടിയിട്ട് മുഖ്യമന്ത്രിയുടെ റിപ്പോർട്ടല്ലല്ലോ ഇത്. മെസ്സി കേരളത്തിൽ കാരണം മലയാളികൾ വഞ്ചിക്കപ്പെട്ട ഒരു സംഭവമാണ് ഈ മെസ്സി എപ്പിസോഡെന്ന് പറയുന്നത്. കാരണം അർജന്റീനയിലുള്ളതിനേക്കാൾ കൂടുതൽ മെസ്സി ആരാധകരുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. അപ്പൊ മലയാളികൾ വഞ്ചിക്കപ്പെട്ടു എന്നൊരു ഫീലുണ്ട് അവർക്ക്. മെസ്സി വരും കേട്ടോ എന്ന് പറഞ്ഞ് ആളുകളെ പറ്റിച്ചതാണ്. അപ്പൊ അത് സംബന്ധിച്ചിട്ടുള്ള ഒരു അന്വേഷണം കായിക വകുപ്പിന്റെ റിപ്പോർട്ടിന്റെ പേരിൽ നടക്കുകയാണ്. നമ്മൾ അതിനകത്ത് വീണ്ടും ആവർത്തിക്കുന്നു, നിയമപരമായി ആയിരിക്കും അന്വേഷണം നടക്കുന്നത്. നിയമവിരുദ്ധമായി അതിലൊന്നും ഉണ്ടാകില്ല. നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ നടക്കട്ടെ. മുഖ്യമന്ത്രി VD സതീശനെ വിമർശിക്കുന്ന കണ്ടന്റുകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ നിന്ന് നീക്കം ചെയ്യുന്നു എന്ന വിമർശനം ശക്തമാകുന്നു. ഇന്നലെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ നടത്തിയ വാർത്താ സമ്മേളനത്തിന്റെ ലിങ്കുകൾ ഉൾപ്പെടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ നിന്ന് നീക്കം ചെയ്തതാണ് പരാതി. വിമർശനത്തോട് നരേന്ദ്രമോദി സ്വീകരിക്കുന്ന അതേ സമീപനമാണ് VD സതീശന്റേതെന്നും പ്രതിപക്ഷം വിമർശിക്കുന്നു. വിവാദങ്ങൾക്ക് മുഖ്യമന്ത്രി മറുപടി പറയും. തിങ്കളാഴ്ച ഇടതുമുന്നണി യോഗം ചേരാനിരിക്കെ CPI സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന്. പ്രതിപക്ഷ ഉപനേതാവ് പദവി വേണമെന്ന ആവശ്യത്തിൽ ഇടതുമുന്നണി യോഗത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കുമെന്ന കാര്യം സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്യും. അക്കാര്യം മാറ്റിവെച്ച് മറ്റ് വിഷയങ്ങളിൽ മുന്നണി സംവിധാനം ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന നിലപാടിലേക്ക് CPI സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ള നേതൃത്വം എത്തിയിട്ടുണ്ട്. എന്നാൽ ഇക്കാര്യത്തിൽ സെക്രട്ടേറിയറ്റിന്റെ അഭിപ്രായം നിർണായകമാണ്. ഇടവേള.
സാധ്യതയും വളരെ കൂടുതലാണ്. ആധുനിക വാഹന സാങ്കേതിക വിദ്യ എത്രത്തോളം വളർന്നിട്ടും പ്രകൃതിയുടെ ഈ നിയമത്തിന് മുന്നിൽ പലപ്പോഴും പകച്ചു നിൽക്കുന്നുണ്ട്. ഇന്ന് വിപണിയിലിറങ്ങുന്ന മിക്ക കാറുകളിലും ABS, ഇലക്ട്രോണിക്സ് സ്റ്റെബിലിറ്റി കൺട്രോൾ തുടങ്ങിയ അത്യാധുനിക സുരക്ഷാ സംവിധാനങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ മികച്ച ഗ്രിപ്പ് നൽകുന്ന സിലിക്ക സംയുക്തങ്ങൾ അടങ്ങിയ പുതിയ കാലത്തെ ടയറുകളും വിപണിയിൽ ലഭ്യമാണ്. ഇവയൊക്കെ കാസർഗോഡ് ട്രെയിനിന് ബോംബ് വെച്ചതായി ഭീഷണി സന്ദേശം. മണിക്കൂറുകൾ നീണ്ട പരിഭ്രാന്തിക്കൊടുവിൽ പ്രതി പിടിയിലായി. നീലേശ്വരം ബംഗളം സ്വദേശി PV രതീഷാണ് കസ്റ്റഡിയിലായത്. ഹോസ്ദുർഗ്, കാസർഗോഡ് പോലീസ് സ്റ്റേഷനുകളിലേക്കും റെയിൽവേ പോലീസിലേക്കും രാത്രിയോടെ 112 നമ്പറിലേക്കാണ് ഭീഷണി സന്ദേശം എത്തിയത്. മഹാരാജാസ് കോളേജ് വിദ്യാർത്ഥി അഭിമന്യുവിന്റെ കൊലപാതക കേസ് ഇന്ന് വീണ്ടും പരിഗണിക്കും. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് കേസ് പരിഗണിക്കുന്നത്. ഇന്ന് എല്ലാ പ്രതികളും കോടതിയിൽ ഹാജരാകണമെന്ന് കോടതി ഉത്തരവിട്ടിരുന്നു. മാധ്യമപ്രവർത്തകർ ദൃശ്യങ്ങൾ പകർത്തുന്നുണ്ടെന്ന കാരണം ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രതികൾ കോടതിയിൽ ഹാജരായിരുന്നില്ല. കഴിഞ്ഞ ആഴ്ചയും കോടതി ഹാജരാകാൻ നിർദ്ദേശിച്ചിരുന്നെങ്കിലും പ്രതികൾ എത്തിയിരുന്നില്ല. മാധ്യമങ്ങളെ ഭയന്ന് കോടതിയിൽ ഹാജരാകാത്ത പ്രതികൾ വിചാരണ ഘട്ടത്തിൽ നേരിട്ട് ഹാജരാകേണ്ടി വരുമ്പോൾ എന്തു ചെയ്യണമെന്നായിരുന്നു കോടതിയുടെ ചോദ്യം. ആജ്ഞയുണ്ട് വിശദാംശങ്ങളുമായി. ആജ്ഞ, ഇന്ന് പ്രതികൾ ഇതേ കാരണം പറഞ്ഞ് ഹാജരാകാതിരിക്കാനാണോ സാധ്യത? കോടതിയുടെ കർശനമായ നിർദ്ദേശമുണ്ട്. എത്ര മണിക്കൂറിൽ ഹാജരാകണമെന്നാണ് പറയുന്നത്? പ്രതികൾ എത്തിച്ചേരുമോ? ഹരികൃഷ്ണൻ കഴിഞ്ഞ ദിവസം ഈ കേസ് പരിഗണിച്ചപ്പോഴാണ് പ്രതികളുടെ അഭിഭാഷകൻ കോടതിയിൽ മാധ്യമങ്ങൾ, അതായത് നമ്മുടെ ക്യാമറ ഉൾപ്പെടെയുള്ള ആളുകൾ നിൽക്കുന്ന വിഷ്വൽസ് ഒക്കെ ക്യാപ്ചർ ചെയ്ത ശേഷം കോടതിയിൽ ഒരു പെറ്റീഷനായിട്ട് ഫയൽ ചെയ്യുകയായിരുന്നു. അത് മാധ്യമങ്ങൾ നിൽക്കുന്നത് കൊണ്ട് പ്രതികൾക്ക് കോടതിയിൽ ഹാജരാക്കാൻ കഴിയുന്നില്ല എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമായിരുന്നു. അതായത് കോടതി കേസ് എടുക്കുമ്പോൾ തന്നെ അതിൻ്റെ ദൃശ്യങ്ങൾ യൂട്യൂബിൽ വരുന്നു, മാധ്യമങ്ങളിൽ വരുന്നു, അതിൻ്റെ ഡീറ്റെയിൽസ് ഉൾപ്പെടെ മാധ്യമങ്ങളിൽ വരുന്നു. അത് പ്രതികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. അതുകൊണ്ടാണ് പ്രതികൾ ഹാജരാകാത്തത് എന്നുള്ള കാരണം ചൂണ്ടിക്കാണിക്കുന്നു. മാത്രമല്ല 3 പേര് പനി പിടിച്ച് ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു. പത്തനംതിട്ടയിൽ നിന്നും ഇടുക്കിയിൽ നിന്നുമുള്ള ആളുകൾ, അതായത് IPC 323 എന്നുള്ള ഒരു വകുപ്പ് കൂടി, സിമ്പിൾ ഹാർട്ട് എന്നൊരു വകുപ്പ് കൂടി അഡീഷണലായി ചേർത്തിട്ടുണ്ട്. സാധാരണ കോടതി നടപടികളിൽ അത്തരമൊരു വകുപ്പ് കൂടി അഡീഷണലായി ചേർക്കുമ്പോൾ അത് എല്ലാ പ്രതികളും ഉണ്ടായിരിക്കണം. അത് കോടതി വായിച്ച് കേൾപ്പിക്കുമ്പോൾ അതിൽ എല്ലാ പ്രതിസ്ഥാനത്തുള്ള എല്ലാവരും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് നിയമപരമായിട്ടുള്ള അങ്ങനെയാണ് അതിൻ്റെ രീതി. അങ്ങനെയാണ് ആ നടപടിക്രമം പൂർത്തിയാക്കാൻ വേണ്ടിയാണ് കോടതിയിൽ ഹാജരാകണം, നിർബന്ധമായി 16 പ്രതികളും കോടതിയിൽ ഹാജരാകണമെന്ന് കോടതി നിർദ്ദേശിച്ചത് അങ്ങനെയാണ്. പക്ഷേ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ചൂണ്ടിക്കാട്ടിയത് 8 വർഷത്തിനിടെ നടന്നിട്ടുള്ള ഒരൊറ്റ ഹിയറിംഗിൽ പോലും പ്രതികൾ ഒരു തവണയാണ് ഹാജരായിട്ടുള്ളത്. വല്ലാത്ത പ്രിവിലേജാണ് പ്രതികൾ എടുക്കുന്നത് എന്നുള്ള കാര്യവും കോടതി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. എന്തായാലും ഇന്ന് നിർബന്ധമായും എല്ലാ പ്രതികളും കോടതിയിൽ ഹാജരാക്കണം. അതേസമയം മൈനർ കേസുകളിൽ ഇത്തരം പുതുതായിട്ടുള്ള ഒരു വകുപ്പ് ചേർക്കുകയാണെങ്കിൽ അത് പ്രതിഭാഗ അഭിഭാഷകൻ കേട്ടാൽ മതിയെന്നുണ്ട്. പക്ഷേ ഇതൊരു മർഡർ കേസാണ്. അതിന് അത്തരം നിയമസാധുതയില്ല എന്ന് തന്നെ കോടതി തന്നെ വ്യക്തമാക്കുന്നുണ്ട്. പ്രതികളുടെ അഭിഭാഷകൻ കൃത്യമായി ചോദിക്കുന്നുണ്ട്. ഇത്തരത്തിൽ അഭിഭാഷകൻ തന്നെ വായിച്ചു കേട്ടാൽ പോലെ പ്രതികൾ ഹാജരാകേണ്ട സാഹചര്യമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ പത്തനംതിട്ടയിൽ നിന്നും ഇടുക്കിയിൽ നിന്നും ആളുകൾ ഇവിടെ വരെ ഈ ഒരു കാര്യത്തിന് വേണ്ടി വരേണ്ടുന്ന സാഹചര്യമുണ്ടോ എന്നും ചോദിക്കുന്നുണ്ട്. ഇത് കേസിലെ പ്രതികളാണ് എന്നുള്ള കാര്യം മറന്നുപോയിട്ടാണോ എന്നൊരു കാര്യം കൂടി കോടതി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. പ്രത്യേകിച്ചും അപ്പോഴാണ് കോടതി എടുത്തു പറയുന്നത് 8 വർഷത്തിനിടെ ഒരൊറ്റ തവണയാണ് പ്രതികൾ ഹാജരായിട്ടുള്ളത്. പലതവണയും പ്രതികൾ വിചാരണ നടപടികൾ നീട്ടിവെക്കാനും അത്തരം സാഹചര്യങ്ങൾക്ക് തടസ്സം നിൽക്കാനും വേണ്ടിയുള്ള കാര്യങ്ങൾ പ്രതികളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നുണ്ട് എന്ന് കോടതി ചൂണ്ടിക്കാട്ടി. എന്തായാലും നിർബന്ധമായി ഇന്ന് തന്നെ പ്രതികളെല്ലാം ഹാജരാകണം. ഇത് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം 4 മാസത്തിനകം ഈ കേസിന്റെ വിചാരണ പൂർത്തിയാക്കണമെന്ന നിർദ്ദേശമുണ്ട്. സമയപരിധി നീട്ടി നൽകില്ല എന്നും ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. അഭിമന്യുവിന്റെ അമ്മ ഭൂപതി നൽകിയിട്ടുള്ള ഹർജിയിലാണ്, അതായത് വിചാരണ നടപടികൾ വൈകിപ്പോകുന്നു എന്നുള്ള കാര്യം ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടി നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ തീരുമാനം. എന്നാൽ അടിയന്തരമായി 4 മാസത്തിനുള്ളിൽ ഇതിന്റെ വിചാരണ പൂർത്തിയാക്കേണ്ട സാഹചര്യമുണ്ട്. ഈ പുതുതായി ചേർത്തിട്ടുള്ള വകുപ്പ് കൂടി വായിച്ച ശേഷം പ്രതികളെ ബോധ്യപ്പെടുത്തിയ ശേഷമായിരിക്കും സാക്ഷി വിസ്താരമടക്കം തുടങ്ങുക. ഹരികൃഷ്ണൻ നൽകിയത്. കൊല്ലം കൊട്ടാരക്കര മൂഴിക്കോട് യുവാവിനെ വെട്ടിക്കൊന്നു. നെല്ലിവിള ഭാഗം സ്വദേശി ആദർശാണ് കൊല്ലപ്പെട്ടത്. അയൽവാസി സുനിൽകുമാർ പോലീസ് പിടിയിലാണ്. മദ്യപാനത്തിനിടെ ഉണ്ടായ തർക്കം കൊലപാതകത്തിൽ കലാശിച്ചതായി പോലീസ് പറയുന്നു. കഴിഞ്ഞ ദിവസമാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. നമുക്ക് ദൃശ്യങ്ങൾ കാണുന്ന ഈ വീട്ടിലായിരുന്നു 2 പേർ തമ്മിൽ മദ്യപിക്കുകയും ഒരാളെ
വെട്ടിക്കൊലപ്പെടുത്തുകയും ചെയ്തു. ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയും ഒരാൾ വെട്ടേറ്റ് കിടക്കുന്നത്. ഇത് ഈ പ്രദേശത്തെ 30 വയസ്സുകാരനായ ആദർശിനെയാണ് വെട്ടിക്കൊലപ്പെടുത്തിയത്. സുനിൽകുമാർ എന്നാണ് പ്രതിയുടെ പേര്. പ്രതിയെ കഴിഞ്ഞ ദിവസം തന്നെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഇരുവരും തമ്മിലുണ്ടായ ഒരു വാക്കുതർക്കമാണ് ഇത്തരത്തിലൊരു കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസിൽ നിന്നും അറിയാൻ കഴിയുന്ന വിവരം. സംഭവവുമായി ബന്ധപ്പെട്ട് പുത്തൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. സുനിൽകുമാറിനെ ചോദ്യം ചെയ്ത് വരികയാണ്. എന്താണ് ഇത്തരത്തിലൊരു ഈ കൃത്യത്തിലേക്ക് നയിക്കാനുണ്ടായ സാഹചര്യം എന്നതിനെക്കുറിച്ച് പോലീസ് വിശദമായി അന്വേഷിക്കുന്നുണ്ട്. പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന വിവരം ഇരുവരും തമ്മിൽ മദ്യപിച്ചിരുന്നു. മദ്യപാനത്തെ ചൊല്ലി വാക്കുതർക്കമുണ്ടാകുന്നു. ഈ വാക്കുതർക്കം ഒരു കയ്യാങ്കളിയിലേക്ക് മാറുന്നു. അത് പിന്നെ കൊലപാതകത്തിലേക്ക് കലാശിച്ചു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. കോടാലി ഉപയോഗിച്ച് വെട്ടിക്കൊലപ്പെടുത്തിയെന്നാണ് പോലീസ് എന്നറിയുന്നത്. കൃത്യത്തിന് ഉപയോഗിച്ച കോടാലിയും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. നമുക്ക് ദൃശ്യങ്ങൾ കാണാം. വീടിൻ്റെ സിറ്റ് ഔട്ടിലാണ് മൃതശരീരം കിടക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് ഇപ്പോൾ ഇൻക്വസ്റ്റ് നടപടികൾ ഇപ്പോൾ ആരംഭിക്കും. അതിനുശേഷമാകും പോസ്റ്റ്മോർട്ടത്തിനായിട്ട് മൃതശരീരം ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുക. തുടർ നടപടികൾക്ക് ശേഷമാകും ബന്ധുമിത്രാദികൾക്ക് മൃതശരീരം വിട്ടു നൽകുക. എന്തായാലും ഈ ആദർശിൻ്റെ വിയോഗം നാട്ടുകാരെ വലിയ രീതിയിൽ ദുഃഖത്തിലാഴ്ത്തിയിട്ടുണ്ട്. ആദർശ് ഈ തൊട്ടടുത്താണ് ആദർശിൻ്റെ വീടും ഈ സുനിൽകുമാറിൻ്റെ വീടും തമ്മിൽ ഏകദേശം ഒരു 100 മീറ്റർ ദൂരപരിധി മാത്രമേ ഉള്ളൂ. ഇരുവരും തമ്മിൽ മദ്യപാനത്തെ ചൊല്ലിയുണ്ടായ ഒരു വാക്കുതർക്കമാണ് ഇത്തരത്തിലുള്ള ഒരു കൊലപാതകത്തിലേക്ക് കലാശിച്ചതെന്നാണ് പോലീസിൽ നിന്നും അറിയാൻ കഴിയുന്ന വിവരം. എസ് വിനീഷ്, ന്യൂസ് 18, കൊല്ലം. പത്തനംതിട്ട കോന്നിയിൽ 45-കാരനെ 27-കാരൻ ചവിട്ടിക്കൊന്നു. ബന്ധുക്കൾ തമ്മിലുള്ള തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. അംബേദ്കർ ഉന്നതിയിലെ അനിലാണ് മരിച്ചത്. സഹോദരന്റെ മകൻ സുധീഷ് കസ്റ്റഡിയിലാണ്. ഇടവേള. പ്രതിഭാസത്തിന് വിധേയമാകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ഓർത്തഡോക്സ് യാക്കോബായ പള്ളി തർക്കത്തിൽ സിംഗിൾ ബെഞ്ച് വിധിക്കെതിരെ നൽകിയ അപ്പീലിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഇന്ന് വിധി പറയും. പാലക്കാട്, എറണാകുളം, കൊല്ലം ജില്ലകളിലെ 6 പള്ളികളുമായി ബന്ധപ്പെട്ട 7 അപ്പീലുകളാണ് ഡിവിഷൻ ബെഞ്ചിന്റെ പരിഗണനയിലുള്ളത്. പള്ളികളുടെ ഭരണവും കൈവശവും സംബന്ധിച്ച സിംഗിൾ ബെഞ്ച് ഉത്തരവുകളാണ് അപ്പീലിൽ ചോദ്യം ചെയ്യുന്നത്. ആജ്ഞയുടെ വിശദാംശങ്ങളുമായി. ആജ്ഞ, 7 അപ്പീലുകളാണല്ലോ പരിഗണിക്കാൻ ഇരിക്കുന്നത്. എന്തൊക്കെയായിരിക്കാം സാഹചര്യങ്ങൾ? വിശദാംശങ്ങൾ. ഹരി, പ്രധാനമായിട്ടും സിംഗിൾ ബെഞ്ച് പുറപ്പെടുവിച്ച ഉത്തരവുകളാണ് യാക്കോബായ വിഭാഗം അപ്പീലിലൂടെ ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്തത്. പള്ളികളിൽ ഓർത്തഡോക്സ് വിഭാഗത്തിലെ വികാരിമാർക്ക് പ്രാർത്ഥനയും മറ്റു ശുശ്രൂഷാക്രമങ്ങളും നടത്താൻ പോലീസ് സംരക്ഷണം നൽകണമെന്നായിരുന്നു സിംഗിൾ ബെഞ്ചിന്റെ പ്രധാന നിർദ്ദേശം. ഇത് ചോദ്യം ചെയ്ത് തന്നെയാണ് യാക്കോബായ വിഭാഗം ഹൈക്കോടതിയിൽ എത്തിയിരിക്കുന്നത്. പക്ഷേ പള്ളികളുടെ ഭരണവും ആരാധനാവകാശവും സംബന്ധിച്ച തർക്കത്തിൽ സിംഗിൾ ബെഞ്ച് ഉത്തരവ് അംഗീകരിക്കാനാകില്ലെന്നാണ് യാക്കോബായ വിഭാഗത്തിന്റെ നിലപാട്. ഇതിനെ തുടർന്നാണ് അപ്പീൽ നൽകിയിട്ടുള്ളത്. അതേസമയം പതിറ്റാണ്ടുകളായി തുടരുന്ന ഓർത്തഡോക്സ് യാക്കോബായ തർക്കത്തിന് രമ്യമായ പരിഹാരം കാണാൻ സർക്കാർ ശ്രമിക്കുന്നതായി കഴിഞ്ഞ ദിവസം സത്യവാങ്മൂലത്തിലൂടെ കോടതിയെ അറിയിച്ചിരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അത് മുഖ്യമന്ത്രി നേരിട്ട് ഇടപെട്ട് ഓർത്തഡോക്സ് യാക്കോബായ സഭാ തർക്കം പരിഹരിക്കാൻ മുഖ്യമന്ത്രി നേരിട്ട് ഇടപെട്ട സമവായ ചർച്ചകൾ ഉണ്ടാകും. ഇരു വിഭാഗങ്ങളുടെയും നേതൃത്വങ്ങളുമായി ചർച്ച നടത്തുമെന്നും അതുപോലെ ഇരു വിഭാഗങ്ങളെയും മധ്യസ്ഥ ചർച്ചയ്ക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുമെന്നും സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സർക്കാരിന്റെ ഈ നിലപാടും കൂടി പരിഗണിച്ചിട്ടാണ് കഴിഞ്ഞ തിങ്കളാഴ്ച വിധി പറയാൻ അപ്പീലുകളിൽ ഇന്ന് വിധി പറയാൻ ഡിവിഷൻ ബെഞ്ച് ഇന്നത്തേക്ക് മാറ്റിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ന് പുറത്തുവരുന്ന വിധി 6 പള്ളികളുമായി ബന്ധപ്പെട്ട തർക്കത്തെ ഇത് മാത്രമല്ല, അതായത് ഓർത്തഡോക്സ് യാക്കോബായ വിഭാഗങ്ങൾ തമ്മിലുള്ള പള്ളി തർക്കത്തിൽ സർക്കാരിന്റെ മധ്യസ്ഥ ശ്രമങ്ങളും നിർണായകമാകും. അതുപോലെ തന്നെ വിധിയിൽ പള്ളികളുടെ അവകാശം, ആരാധനാവകാശം, പോലീസ് സംരക്ഷണം തുടങ്ങിയ വിഷയങ്ങളിൽ കോടതി സ്വീകരിക്കുന്ന നിലപാടും പ്രധാനമായിരിക്കും. അതേസമയം തന്നെ കോടതി വിധിക്കൊപ്പം സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന മധ്യസ്ഥ ചർച്ചകൾക്ക് എന്ത് രൂപം ലഭിക്കുമെന്നുള്ള കാര്യവും ഇനി നിർണായകമാകും. ഹരി, സംസ്ഥാനത്ത് ഇന്ന് മുതൽ വീണ്ടും മഴ ശക്തമാവും. കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് യെല്ലോ അലേർട്ടാണ്. നാളെ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിലും യെല്ലോ അലേർട്ടാണ്. ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. ബംഗാൾ ഉൾക്കടലിന് മുകളിലെ ന്യൂനമർദ്ദത്തെ തുടർന്നാണ് കേരളത്തിൽ മഴ ശക്തമാകുന്നത്. വാളയാർ ചാവടിപ്പാറ പുതുപ്പതിയിൽ ട്രാക്ക് കടക്കുന്നതിനിടെ ട്രെയിൻ ഇടിച്ച് പിടിയാനയും കുട്ടിയാനയും ചെരിഞ്ഞു. അർദ്ധരാത്രി 12:30 പുതുപ്പതി റെയിൽവേ ട്രാക്കിലാണ് അപകടം.
സംസ്ഥാനത്തെ ഏറ്റവും മികച്ച മട്ടുപ്പാവ് കർഷകയ്ക്കുള്ള കൃഷി വകുപ്പിന്റെ അവാർഡ് നേടിയത് ഒരു ചങ്ങനാശ്ശേരിക്കാരിയാണ്. ചങ്ങനാശ്ശേരി ഫാത്തിമപുരം സ്വദേശിനി അനിത എം കാസിം. തന്റെ 1200 സ്ക്വയർ ഫീറ്റ് മട്ടുപ്പാവിലെ അനിതയുടെ കൃഷി ആരെയും അമ്പരപ്പിക്കുന്നതാണ്. കൃഷി മാത്രമല്ല, അതിൽ നിന്ന് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും അനിത നിർമ്മിക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഉള്ളത് ചങ്ങനാശ്ശേരിയിലെ ഒരു മട്ടുപ്പാവിലാണ്. ഈ മട്ടുപ്പാവ് നിറയെ കൃഷിയാണ്. ഈ കൃഷി സ്വന്തം ഭക്ഷണ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, ഒരു അവാർഡിലേക്ക് കൂടി എത്തിച്ചിരിക്കുകയാണ്. ചങ്ങനാശ്ശേരി ഫാത്തിമാപുരം സ്വദേശിനി അനിത എം കാസിം. വിഷരഹിതമായ പച്ചക്കറി കുട്ടികൾക്കും നമുക്കും കഴിക്കാനായിട്ട് വേണ്ടി ഞാനൊരു 10 ബാഗിലായിട്ട് തുടങ്ങിയ കൃഷിയാണ്. പിന്നെ ഫേസ്ബുക്ക് കൂട്ടായ്മകളിലൊക്കെ ചേർന്നു. അവിടെയുള്ള വലിയ വലിയ കർഷകർ ചെയ്യുന്ന കൃഷികളൊക്കെ കണ്ടു. നല്ല കർഷകരുടെ വീടുകളിൽ പോയി അവരുടെ കൃഷി രീതികൾ കണ്ടു മനസ്സിലാക്കി. അങ്ങനെ ആ 10 എന്നുള്ളത് കൂടുതൽ ഉത്സാഹമായി വീണ്ടും വീണ്ടും ചെയ്യണമെന്ന് 10, 20 30 അങ്ങനെ ഇന്നത് ഒരു 1000ഓളം ബാഗുകളിൽ എത്തി നിൽക്കുന്നു. ഇത് ഡ്രാഗൺ ഫ്രൂട്ടാണ്. ഡ്രാഗൺ ഫ്രൂട്ട് ഞാനൊരു 5 ഡ്രമ്മിലായിട്ട് വെച്ചിട്ടുണ്ട്. ഇത് 3 വെറൈറ്റി ഡ്രാഗൺ ഫ്രൂട്ടാണ്. ഈ പിങ്ക് കളറിലത്, വൈറ്റ്, പിന്നെ ഒരു വയലറ്റ് കളറ്. ഇതിൽ നിന്ന് എനിക്ക് നല്ല രീതിയിൽ ഫ്രൂട്ട്സ് എനിക്ക് കിട്ടാറുണ്ട്. നമ്മൾ കടകളിൽ നിന്ന് വാങ്ങിക്കുന്ന ഡ്രാഗൺ ഫ്രൂട്ട് കഴിച്ചാൽ നമ്മൾ ഒരിക്കലേ അത് വാങ്ങുകയുള്ളൂ. പക്ഷേ ഇത് കഴിച്ചാൽ നമുക്ക് വീണ്ടും വീണ്ടും അത് കഴിക്കണമെന്നും അത് ഒന്നുകൂടെ നട്ട് വളർത്തണമെന്നുള്ളൊരു ആഗ്രഹം നമ്മുടെ മനസ്സിൽ ഉണ്ടാകും. ഇത് കുക്കുംബറുടെ ഒരു 3 ഇനം കുക്കുംബറാണ് ഞാൻ വെച്ചിരിക്കുന്നത്. ബ്രൗൺ കുക്കുംബറുണ്ട്, സാദാ ഗ്രീൻ ഉണ്ട്, പിന്നെ സാനിയ കുക്കുംബറുണ്ട്. ഇത് സാനിയ ഇനത്തിൽപ്പെട്ട ഒരു കുക്കുംബറാണ്. ഗ്രീൻ, നല്ല ഗ്രീൻ കളറിലെ കുക്കുംബർ. അപ്പോൾ അങ്ങനെ ഒരു 3 ഇനം കുക്കുംബറാണ് ഞാനിവിടെ വെച്ചിരിക്കുന്നത്. നല്ല രീതിയിലുള്ള ഒരു ഫലം എനിക്ക് ഇവരിൽ നിന്ന് കിട്ടാറുണ്ട്. വൻതേനീച്ചയുടെ 3 കൂടാണ് എനിക്കുള്ളത്. അതിൽ ഒരെണ്ണം ഞാൻ ടെറസിലാണ് വെച്ചേക്കുന്നത്. അതുപോലെ ചെറുതേനീച്ചയുടെ ഒരു കൂട് ഞാൻ ടെറസിൽ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് പോളിനേഷൻ്റെ കാര്യത്തിൽ ഒന്നും ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. എൻ്റെ തോട്ടത്തിലുണ്ടാകുന്ന പൂക്കളെല്ലാം തന്നെ കായ്കളായിട്ട് എനിക്ക് കിട്ടാറുണ്ട്. ഇത് എൻ്റെ മഞ്ഞളാണ്. മഞ്ഞൾ തന്നെ 3 ഇനത്തിൽപ്പെട്ടുള്ള മഞ്ഞളാണ് ഞാൻ ഇവിടെ വളർത്തിയേക്കുന്നത്. പ്രതിഭ മഞ്ഞൾ, നാടൻ ഇനം മഞ്ഞൾ, പിന്നെ വയനാടൻ ഇനം. അങ്ങനെ 3 ഇനം മഞ്ഞളാണ് ഞാൻ വളർത്തിയെടുക്കുന്നത്. എൻ്റെ വീട്ടിലേക്ക് ആവശ്യത്തിനുള്ള പൊടിയും വിപണനം ചെയ്യാനുള്ള പൊടിയും എനിക്കിതിൽ നിന്ന് കിട്ടുന്നുണ്ട്. പിന്നെ അതുപോലെ ഇത് കസ്തൂരി മഞ്ഞൾ ഞാൻ ഇതിൽ നിന്ന് വാല്യൂ ആഡഡ് പ്രോഡക്ട്സ് ഉണ്ടാക്കാറുണ്ട്. ഫേസ് പാക്കുകളിലും സോപ്പുകളിലും ഒക്കെ ഞാനിത് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ ഇതിൻ്റെ പൊടിച്ച് വിപണനവും ചെയ്യാറുണ്ട്. ഇത് ഒരു 5-6 ബാഗുകളിലായിട്ട് ഞാൻ പേൾ മില്ലറ്റ് നട്ടിരിക്കുന്നു. അപ്പോൾ ഇത് നമുക്ക് ഭക്ഷണത്തിനായിട്ട് ഉപയോഗിക്കാം. അതുപോലെ ഇതിനകത്തുള്ള ധാരാളം പൂമ്പൊടി കണ്ടില്ലേ, ഈ പൂമ്പൊടി നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് തേനീച്ചകൾ എത്രമാത്രം വന്നിരുന്ന് ആ പൂമ്പൊടി ശേഖരിക്കുന്നതെന്ന്. അപ്പം അവർക്കും കൂടെ വേണ്ടിയാണ് ഞാനിത് നട്ടിരിക്കുന്നത്. തക്കാളി 2 ഇനത്തിലുള്ള തക്കാളി ഞാൻ നട്ടിട്ടുണ്ട്. അത് ഇപ്പോൾ അത് കാ പിടിച്ച് വരുന്നതേ ഉള്ളൂ. നല്ല രീതിയിൽ ഇവർ എനിക്ക് കായ്ഫലം തരാറുണ്ട്. അപ്പോൾ ഈ തക്കാളിയുടെ വളർച്ചയിൽ ഞാൻ ചെയ്യുന്നത് നട്ട് ഒരു കൈപ്പത്തി വലുപ്പമാകുമ്പോൾ തന്നെ ഇവരുടെ തലപ്പ് ഞാൻ നുള്ളിവിടും. പിന്നീട് വളർച്ചയുടെ സമയത്ത് ഞാൻ നൈട്രജൻ വളങ്ങൾ ആണ് കൂടുതൽ കൊടുക്കുന്നത്. പൂവിടുന്ന സമയം തൊട്ട് ഞാൻ ഇവർക്ക് പൊട്ടാസ്യം കലർന്ന വളങ്ങളാണ് കൂടുതലായിട്ട് കൊടുക്കുന്നത്. അതായത് നമ്മുടെ പഴത്തൊലി, നമ്മൾ വലിച്ചെറിഞ്ഞ് കളയുന്ന പഴത്തൊലി, ശർക്കര, തേങ്ങാവെള്ളം, ഇതെല്ലാം കൂടെ ചേർത്ത് വെച്ച് മിശ്രിതം ഉണ്ടാക്കി കൂടെ 1-2 ദിവസങ്ങളിൽ ഇവരുടെ ഇലകളിൽ ഞാൻ സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പം നല്ല രീതിയിലുള്ള ഒരു കായ്ഫലം എനിക്ക് ഇവരിൽ നിന്ന് കിട്ടാറുണ്ട്. ഈ പന്തൽ വിളകളൊക്കെ നമ്മൾ നടുമ്പോൾ പ്രധാനമായിട്ടും ഞാൻ ചെയ്യുന്ന ഒരു കാര്യം എന്നാന്ന് വെച്ചാൽ, ഇത് നട്ട് ഇവരൊരു 15 ഇല പൊക്കത്തിൽ വരുമ്പോൾ ഞാൻ ഇവരുടെ നാമ്പ് നുള്ളി വിടാറുണ്ട്. അപ്പോൾ അങ്ങനെ നുള്ളി വിടുന്നതുകൊണ്ട് തന്നെ
കൂടുതൽ ശിഖരങ്ങൾ വരുന്നുണ്ട്. പിന്നെ അതുപോലെ കൂടെയുള്ള ഈ നാമ്പുനുള്ളൽ ചെയ്യുന്നത് കൊണ്ട് കൂടുതലും പെൺപൂക്കൾ ഇതിനകത്ത് ഉണ്ടായി കാണുന്നുണ്ട്. പിന്നെ അതുപോലെ ഇടയ്ക്കു നിന്നുള്ള ശിഖരങ്ങളെല്ലാം ഞാൻ കട്ട് ചെയ്ത് വിടും. അത് നിർത്താൻ അനുവദിക്കത്തില്ല. പിന്നെ നമ്മുടെ കായ്ച്ചയുടെ ഒരു പിന്നെ കെണി തൂക്കിയിട്ടുണ്ട്. പിന്നെ കായ്ച്ച എല്ലാം ഇതിനകത്ത് വന്ന് പിന്നെ ഈ കെണിയിൽ അട്രാക്റ്റഡ് ആയിട്ട് ഈ കുപ്പിയിലേക്ക് വന്ന് വീഴുന്നു. പിന്നെ ഇവർക്ക് കായ്കൾ ഉണ്ടാകുമ്പോഴത്തേനും പിന്നെ ഇതെല്ലാം ഞാൻ പിന്നെ ഉണ്ടാവുന്ന ആ പൂവിടുന്ന സമയത്ത് തന്നെ ഞാൻ അതിനെ പേപ്പർ കൊണ്ട് ആദ്യം കവർ ചെയ്യും. പൂക്കൾ മാത്രം വെളിയിൽ നിർത്തി. പിന്നീട് പോളിനേഷൻ നടന്നതിന് ശേഷം ഞാൻ അവരെ ഈ പ്ലാസ്റ്റിക് കൊണ്ടുള്ള കവറുകളിലാക്കി ആണ് പിന്നെ ഇടുന്നത്. വയനാട്ടിൽ നിന്ന് എൻ്റെ ഒരു സുഹൃത്ത് അനൂപ് ആണിതെനിക്ക് പിന്നെ ഉണ്ടാക്കി തന്നത്. പിന്നെ അതുപോലെ ഇതിനകത്ത് പോൺലൈനർ വിരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരു 45 തിലാപ്പിയ കുഞ്ഞുങ്ങളെയാണ് ഇതിനകത്ത് ഞാൻ ഇട്ടിരിക്കുന്നത്. കഴിഞ്ഞൊരു സമയത്ത് ഇതിനകത്ത് ആദ്യത്തെ തവണ ഞാൻ വിളവെടുത്തപ്പോഴത്തേന് എനിക്ക് പിന്നെ 1 കിലോ 900 തൊട്ട് 1 കിലോയ്ക്ക് ഇടയ്ക്ക് വിളവ് എനിക്ക് കിട്ടിയിരുന്നു. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിലെ വെള്ളം പിന്നെ ഈ ഗ്രോബഡിലേക്ക് അടിച്ച് കയറ്റുന്നത് മൂലം ഇതിൻ്റെ മീനിൻ്റെ വിസർജ്യം ഈ ചെടികൾ വളമായിട്ടെടുക്കുന്നു. ചെടികൾ വളമായിട്ടെടുത്തതിന് ശേഷം ബാക്കിയുള്ളത് ഫിൽട്ടർ ചെയ്ത് നേരെ ഈ പിന്നെ പോണ്ടിലേക്ക് എത്തുന്നു. പിന്നെ ഇവർക്ക് ഞാൻ തീറ്റയായിട്ട് കൊടുക്കുന്നത് പെല്ലറ്റാണ്. പെല്ലറ്റിനോടൊപ്പം തന്നെ നമ്മുടെ സോൾജിയർ ഫ്ലൈയുടെ ലാർവേനെയും കൂടെ പിന്നെ തീറ്റയായിട്ട് ഞാൻ ഇവർക്ക് കൊടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ കൊടുക്കുന്ന വഴി എനിക്ക് വളരെയധികം ഒരു ഫാസ്റ്റ് ഗ്രോത്ത് ഇവർക്കുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അനിത ചേച്ചിയുടെ കാര്യങ്ങൾ. എത്ര പറഞ്ഞാലും തീരാത്ത കാഴ്ചകളാണ് ഇവിടെയുള്ളത്. ഒരു അവാർഡ് എന്തുകൊണ്ട് കിട്ടി എന്ന ചോദ്യത്തിന് ഉത്തരമാണ് ഈ വീടിന് ചുറ്റും ടെറസിലും എല്ലാം ഉള്ള കാര്യങ്ങൾ. ചങ്ങനാശ്ശേരിയിൽ നിന്ന് ജി ശ്രീജിത്ത്, ന്യൂസ് 18. തൃത്താല വെള്ളിയാങ്കല്ല് യജ്ഞേശ്വരം ക്ഷേത്രത്തിന്റെ ഊട്ടുപുരയുടെ തകർച്ചയ്ക്ക് കാരണം അധികൃതരുടെ അനാസ്ഥയെന്ന ആരോപണം. വെള്ളിയാങ്കല്ല് തടയണയുടെ പാർശ്വഭിത്തി നിർമ്മാണം 8 വർഷമായിട്ടും പൂർത്തിയാക്കാൻ കഴിയാത്തതാണ് മണ്ണിടിച്ചിലിന് കാരണമെന്നും എത്രയും പെട്ടെന്ന് നടപടി വേണമെന്നുമാണ് ആവശ്യം. ശക്തമായ മഴയിൽ ഭാരതപ്പുഴയിൽ ജലനിരപ്പ് ഉയരുകയും ഒഴുക്ക് ശക്തമാവുകയും ചെയ്തതോടെയാണ് തൃത്താല വെള്ളിയാങ്കലിൽ യജ്ഞേശ്വര ക്ഷേത്രത്തിന്റെ ഊട്ടുപുരയുടെ പിൻവശത്തെ ഭാഗം പുഴയിലേക്കിടിഞ്ഞത്. ഊട്ടുപുരയിലുണ്ടായിരുന്ന ഗ്യാസ് സ്റ്റൗ, പാത്രങ്ങൾ എന്നിവ ഒഴുകിപ്പോയി. ഊട്ടുപുരയുടെ ഒരു ഭാഗം നേരത്തെയും പുഴയിലേക്ക് വീണെങ്കിലും കനത്ത മഴയും ശക്തമായ നീരൊഴുക്കും മൂലം കൂടുതൽ ഭാഗം ഇടിഞ്ഞു വീണത് സ്ഥിതിഗതികൾ ഗുരുതരമാക്കി. തീരസംരക്ഷണ പ്രവർത്തനങ്ങൾ അടിയന്തരമായി പൂർത്തിയാക്കുകയും ശാശ്വത പരിഹാരം ഉറപ്പാക്കുകയും ചെയ്യണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഇത് 3 മാസം മുന്നേ തുടങ്ങിയ പണിയാണ്. അപ്പൊ അത് മാന്തുമ്പോ തന്നെ ഞങ്ങൾ അവരോട് പറഞ്ഞതാ, തീരാവുന്നെങ്കിൽ മാത്രം മാഞ്ചാതി ഭാരതപ്പുഴ തീരാണ്. 2018 വെള്ളം കയറിയിട്ട് ഇടിഞ്ഞിഞ്ഞ് പോയ സ്ഥലങ്ങളാണ്. അപ്പൊ പറഞ്ഞു ഇപ്പൊ ഇത്തിരി ഉറപ്പുണ്ടായിരുന്നു. പറഞ്ഞതാണ് ഞങ്ങൾ അവരോട്, മാന്തണ്ട, പണി തീരുന്ന നേരം മാഞ്ചാതിയെന്ന്. ഈ മൊത്തം ഇത് 1 മാസം കൊണ്ട് മൊത്തം കോൺക്രീറ്റ് ചെയ്യും എന്ന് പറഞ്ഞിട്ട് അവർ പണി തുടങ്ങിയത്. അത് കഴിഞ്ഞാൽ അപ്പം തന്നെ പാലത്തിന്റെ അടി മൊത്തം മാന്തിട്ടിരിക്കുന്നു. ഇതിന് വലിയൊരു വർക്ക് നടക്കുന്നത് 2-3 ആൾക്കാരെ വെച്ചിട്ട് പണിയെടുക്കുന്നത്. പണി തീരാത്തോണ്ട് ഇപ്പൊ ഊട്ടുപുര 100 കണക്കിന് ആൾക്കാർ ഭക്ഷണം കഴിക്കണതാ എല്ലാ ദിവസവും. അപ്പൊ അവരൊക്കെ ഭക്ഷണം മുടങ്ങും ചെയ്തു. വെള്ളിയാങ്കല്ല് തടയണയിലെ 27 ഷട്ടറുകളിൽ നിലവിൽ 23 എണ്ണം ഉയർത്തിയിട്ടുണ്ട്. എന്നാൽ കരയോട് ചേർന്നുള്ള ഷട്ടറുകൾ കൂടി തുറക്കേണ്ട സാഹചര്യം വന്നാൽ വെള്ളത്തിന്റെ ഒഴുക്ക് കൂടുതൽ ശക്തമാവുകയും പാലത്തിന്റെ തെക്ക് ഭാഗത്തുള്ള ഭിത്തി വീണ്ടും തകരുകയും ചെയ്യുമെന്നാണ് ആശങ്ക. 2018 പ്രളയത്തിൽ ഈ പാർശ്വഭിത്തി വലിയ തോതിൽ തകർന്നിരുന്നു. അന്നു മുതൽ പുഴയുടെ തീരം ഓരോ വർഷവും ഇടിയുന്നുണ്ടായിരുന്നു. തുടർന്നാണ് 33,40 ലക്ഷം രൂപയുടെ അറ്റകുറ്റപ്പണി തുടങ്ങിയെങ്കിലും 8 വർഷം പിന്നിട്ടിട്ടും ശാശ്വതമായ സംരക്ഷണ ഭിത്തി ഒരുക്കാനായിട്ടില്ല. ന്യൂസ് 18 പാലക്കാട്. ഒരു കല്യാണമോ റോഡ് നിർമ്മാണമോ ഉണ്ടായാൽ പട്ടാമ്പിയിൽ ഗതാഗതം സ്തംഭിക്കും. റോഡ് വീതി കൂട്ടിയെങ്കിലും ഗതാഗതക്കുരുക്കുണ്ടായാൽ മണിക്കൂറുകളോളം വഴിയിൽ കിടക്കേണ്ട സ്ഥിതിയാണ്. ഒരു വിവാഹമോ റോഡ് നിർമ്മാണ പ്രവൃത്തികളോ പ്രകടനങ്ങളോ ഉണ്ടായാൽ പട്ടാമ്പി നഗരം സ്തംഭിക്കും. വാഹനങ്ങളുടെ തിരക്കാണ് പലപ്പോഴും ഗതാഗതക്കുരുക്കിന് കാരണം. വഴിയുടെ പകുതി ഭാഗം അഴുക്കുചാൽ നിർമ്മാണത്തിന്റെ ഭാഗമായി പൊളിച്ചിട്ടതിനാൽ ഒരു വരിയായാണ് വാഹനങ്ങൾ കടത്തിവിടുന്നത്. ഇതും ഗതാഗതക്കുരുക്ക് ഇരട്ടിയാക്കി. ഇതിന് മുന്നേ ഒരു കല്യാണം ഉണ്ടായി കഴിഞ്ഞ ആഴ്ച. അന്ന് ഇതേപോലെ പട്ടാമ്പി കംപ്ലീറ്റ് ബ്ലോക്കായി. ഇപ്പൊ ഇന്നും ഇതാ ബ്ലോക്ക് ആവണം. ഇത് ഈ ഓട്ടോ വന്നിട്ട് ഓട്ടോ പോകാനും പറ്റുന്നില്ല, ഒരു ഓട്ടോ കിട്ടുന്നില്ല. 11 മണി മുതൽ നിൽക്കൽ തുടങ്ങിയതാണ്. ഇതിന്റെ അവസ്ഥ പെടുത്തും. ഇത്
ഇതിപ്പോൾ എന്താണ് ഇതിനുള്ള സജ്ജീകരണം എന്നുള്ളത് അവരെന്നെ തീരുമാനിക്കണം. ഇത്ര വലിയ കല്യാണങ്ങൾ ഇവിടെ വെക്കാൻ പറ്റുമോ എന്താണെന്നുള്ളത് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുക. പലയിടത്തേക്കും പോണവരുണ്ട്, യാത്രക്കാരുണ്ട്, ഹോസ്പിറ്റൽ കേസുകളുണ്ട്. റോഡ് പണി വിഷയമുണ്ടോ? റോഡ് പണിയുടെ വിഷയമുണ്ട് ചെറുതായിട്ട്, പക്ഷെ അത് കൂടുതലില്ല. വണ്ടി പാസ് ചെയ്യും, വൺ സൈഡ് പാസ് ചെയ്യും പോവാം. ഇവിടെ എന്താണെന്ന് അറിയില്ല, അവിടെ ബ്ലോക്കാണ്, അതിൻ്റെ ഉള്ളിലേക്കും ബ്ലോക്കാണ്. അങ്ങോട്ട് ഓടാൻ വയ്യ, ഇങ്ങോട്ട് ഓടാൻ വയ്യ ഞങ്ങൾക്ക്. പിന്നെ അത് മാത്രമല്ല യാത്രക്കാർക്കും എല്ലാവർക്കും മൊത്തം. ആംബുലൻസ് അടക്കം ട്രാഫിക് ബ്ലോക്കിൽ കുടുങ്ങുന്ന സ്ഥിതിയുണ്ട്. മേലെ പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡിലെ കട്ടവിരിക്കൽ പ്രവൃത്തി നടക്കുന്ന സമയത്തും മണിക്കൂറുകൾ നീണ്ട ഗതാഗതക്കുരുക്ക് ഉണ്ടായിരുന്നു. രാഷ്ട്രീയ പാർട്ടികളുടെയും മറ്റു പ്രതിഷേധ പ്രകടനങ്ങൾ ടൗണിലൂടെ കടന്നുപോയാലും ഇതുതന്നെയാണ് അവസ്ഥ. 5 മിനിറ്റ് കൊണ്ടുണ്ടാകുന്ന ട്രാഫിക് ബ്ലോക്ക് മാറിക്കിട്ടുവാൻ മണിക്കൂറുകളോളമാണ് കാത്തിരിക്കേണ്ടി വരുന്നത്. ന്യൂസ് 18 പട്ടാമ്പി. പാലക്കാട് പട്ടാമ്പിയിൽ വർഷങ്ങളായി തകർന്നു കിടക്കുന്ന റോഡ് നേരെയാക്കാത്തതിൽ MLA-യുടെയും ചെയർമാന്റെയും കൗൺസിലറുടെയും പേരിൽ വാഴ വെച്ച് BJP പ്രതിഷേധം. നഗരത്തിലെ പന്തക്കൽ റോഡ് തകർച്ചയിൽ പ്രതിഷേധിച്ചാണ് BJP-യുടെ നേതൃത്വത്തിൽ കുഴികളിൽ വാഴ വെച്ചത്. പട്ടാമ്പി നഗരഹൃദയത്തിൽ നൂറുകണക്കിന് വിദ്യാർത്ഥികളടക്കം നിരവധി ആളുകൾ ആശ്രയിക്കുന്ന പന്തക്കൽ റോഡാണ് വർഷങ്ങളായി തകർന്നു കിടക്കുന്നത്. വീതി കുറഞ്ഞ റോഡിൽ കുഴിയെടുത്ത് കുടിവെള്ള പൈപ്പുകൾ സ്ഥാപിക്കുന്ന പ്രവർത്തികൾ കഴിഞ്ഞതോടെ തകർച്ച രൂക്ഷമായി. മഴ പെയ്തതോടെ ദുരിതം ഇരട്ടിയായി. പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് നിരവധി വിദ്യാർത്ഥികൾ വരുന്ന വഴിയാണിത്. ജനങ്ങളുടെ ദുരിതം പരിഹരിക്കാൻ നടപടി ഉണ്ടാക്കാത്ത സാഹചര്യത്തിലാണ് പ്രതിഷേധവുമായി BJP രംഗത്തെത്തിയത്. MLA, ചെയർമാൻ, കൗൺസിലർ എന്നിങ്ങനെയുള്ള വാഴകൾ കുഴിയിൽ വച്ചായിരുന്നു പ്രതിഷേധം. വിഷയത്തിൽ കൗൺസിലർക്കും ചെയർമാനും MLA ഒത്താശ ചെയ്യുകയാണെന്നും എത്രയും പെട്ടെന്ന് പരിഹാരം കാണണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. ഇപ്പോഴത്തെ ഈ റോഡിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ചെറു കുട്ടികളടക്കം ഓട്ടോറിക്ഷകളിലും സ്കൂൾ വാനുകളിലുമായിട്ട് സ്ഥിരം സഞ്ചരിക്കുന്ന ഒരു റോഡാണ്. അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ നമ്മൾ കാണേണ്ടതുണ്ട്. ഇതിനെ കാണാതെ ഇരിക്കുന്നത് നമ്മളെ കൗൺസിലറും നമ്മളെ ചെയർമാനും ഇതിനെല്ലാം ഒത്താശ ചെയ്തു കൊടുക്കുന്നത് നമ്മളെ MLA-യുമാണ്. വലിയ വരുമാനമുള്ള നഗരസഭ ജനങ്ങളുടെ അടിസ്ഥാന സൗകര്യത്തിന് യാതൊന്നും ചെയ്യുന്നില്ലെന്നും നേതാക്കൾ ആക്ഷേപമുന്നയിച്ചു. ഏറ്റവും കൂടുതൽ വരുമാനമുള്ള ഒരു നഗരസഭയാണ് പട്ടാമ്പി നഗരസഭ. ഒരു വർഷത്തിൽ വലിയൊരു എമൗണ്ടാണ് ജനങ്ങളുടെ തന്നെ ടാക്സായി മാത്രം പട്ടാമ്പി നഗരസഭയ്ക്ക് ലഭിക്കുന്നത്. ഈ കിട്ടുന്ന നികുതി പണം യാതൊരു തരത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾക്കും ഉപയോഗിക്കാണ്ട് തോന്നിയ പോലെ നഗരസഭ ചെലവാക്കുകയാണ്. ജനങ്ങളുടെ ഒരു അടിസ്ഥാന സൗകര്യത്തിനും ഈ ഫണ്ട് നഗരസഭ ഉപയോഗിക്കുന്നില്ല. സ്കൂളിലേക്കും ക്ഷേത്രങ്ങളിലേക്കും ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിലേക്കും നിരവധി ആളുകൾ സഞ്ചരിക്കുന്ന പാതയാണിത്. പട്ടാമ്പി നഗരത്തിൽ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടായാൽ ഇതിലൂടെയാണ് വാഹനങ്ങൾ കടന്നുപോകുന്നത്. അങ്ങനെയുള്ള റോഡ് തകർന്ന് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ജനങ്ങൾക്ക് യാതൊരു വിലയും അധികൃതർ നൽകുന്നില്ലെന്നും നേതാക്കൾ കുറ്റപ്പെടുത്തി. ആയിരക്കണക്കിന് കുട്ടികൾ പഠിക്കുന്ന ഹയർ സെക്കൻഡറി വിഭാഗം പട്ടാമ്പി ഹയർ സെക്കൻഡറി സ്കൂളിന്റെ മുന്നിലൂടെ പോകുന്ന പട്ടാമ്പി ക്ഷേത്രത്തിലേക്കും റെയിൽവേ സ്റ്റേഷനിലേക്കും ഹോസ്പിറ്റലിലേക്കും പോകുന്ന ഒരു ബൈപ്പാസ് റോഡാണിത്. ഈ റോഡിന്റെ ശോചനീയാവസ്ഥ തുടങ്ങിയിട്ട് 10-15 വർഷങ്ങളായി. അനവധി കുട്ടികൾ ഈ വഴിയിലൂടെ പോകുന്നു, ഹോസ്പിറ്റലിലേക്ക് ആംബുലൻസുകൾ പോകുന്നു. നഗരസഭയുടെ ഭാഗത്തുനിന്നോ വാർഡ് മെമ്പറുടെ ഭാഗത്തുനിന്നോ ഈ പ്രദേശത്തേക്കൊന്ന് തിരിഞ്ഞു നോക്കാൻ കൂടി സാധിച്ചിട്ടില്ല. ജനങ്ങളുടെ അടിസ്ഥാന സൗകര്യത്തിന് നഗരസഭ ഒരു വിലയും നൽകുന്നില്ല. നിലവിൽ 3 വാർഡുകളിലൂടെ കടന്നുപോകുന്ന പാത ഭൂരിഭാഗം പ്രദേശങ്ങളിലും തകർന്നു കിടക്കുകയാണ്. മഴ പെയ്താൽ കുഴികളിൽ വെള്ളക്കെട്ടും രൂക്ഷമാണ്. വാഹനങ്ങൾ കടന്നുപോകുമ്പോൾ വിദ്യാർത്ഥികളുടെയും കാൽനട യാത്രക്കാരുടെയും ദേഹത്തേക്ക് ചെളി തെറിക്കുന്ന അവസ്ഥയുമുണ്ട്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് കുഴികൾ അടയ്ക്കാനുള്ള നടപടികളെങ്കിലും സ്വീകരിക്കണമെന്നാണ് ആവശ്യമുയരുന്നത്. ന്യൂസ് 18 പാലക്കാട്. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. 22 കാരറ്റ് സ്വർണം ഗ്രാമിന് 14,220, പവന് 1,13,760. 18 കാരറ്റ് സ്വർണം ഗ്രാമിന് 11,680, പവന് 93,440. വെള്ളി ഗ്രാമിന് 255, കിലോ 2,85,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. 9 മണി വാർത്ത പൂർണ്ണമാകുന്നു. ഇനി ന്യൂസ് ട്രെൻഡ്സ്. നമസ്കാരം.
കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.